പുസ്തകമാണ്. ഈ പുസ്തകം നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളെ കാത്തു. തീരുമാനമെടുക്കണം, വേദപുസ്തകത്തെ സ്നേഹിക്കണം. ഇതൊരു പഴകി ദ്രവിച്ച ഒരു ചീഞ്ഞ ഒരു ജീർണിച്ച പുസ്തകമല്ല. ഈ പുസ്തകമാണ് നമ്മുടെ തലവരെ തീരുമാനിക്കാൻ പോകുന്നത്. ഈ പുസ്തകമാണ് നമ്മുടെ ഭാവി എഴുതാൻ പോകുന്നത്. നമ്മളൊരു വചനം വിശ്വസിച്ച് ഏറ്റെടുത്താൽ ദൈവത്തിന് അത് ചെയ്തു തന്നേ പറ്റൂ. വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ടാവും. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്ന ഒരു വചനമാണിത്. ഇത് ഏറ്റെടുക്കണം, വിശ്വസിക്കണം, ആവർത്തിക്കണം. എപ്പോഴും ഇത് പറഞ്ഞു. ചെറുപ്പക്കാരൊക്കെ പേപ്പറിൽ എഴുതി പോക്കറ്റിലിട്ടോ. നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനിന്റെ വാൾപേപ്പർ ഈ വചനമാക്കിയിട്ട് എന്നിട്ട് എപ്പോഴും ആവർത്തിക്കും. നിന്റെ തലവര മാറും. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുകയും അതിനെ എളിമയോടെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി ആ വചനം പറയുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് തന്ന് ആ വചനം നിവർത്തിയാക്കി തരും. എന്തുകൊണ്ടാണ് ഈശോ രക്തം വിയർത്തത്? ആ ദുഃഖം മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ദുഃഖമല്ല. അവന്റെ ധമനികൾ പൊട്ടി, ഞരമ്പ് പൊട്ടി, രക്തം അവന്റെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങളായി പുറത്തേക്ക് വരികയാണ്. അവന്റെ രോമകൂപങ്ങളിലൂടെ ആ ചോര പുറത്തേക്ക് വരികയാണ്. അത്രയ്ക്ക് അസഹനീയമായ വേദനയാണ്. അതാണ് പത്രോസിനോട്, യാക്കോബിനോട്, യോഹന്നാനോടും ഈശോ പറയുന്നത്, കഴിയുമെങ്കിൽ 1 മണിക്കൂർ ഒന്ന് ഉണർന്നിരുന്ന് തരാം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ബാങ്ക് ബാലൻസോ വാങ്ങിച്ചിടുന്ന തോട്ടങ്ങളോ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമോ ഒന്നും ആവില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉപകരിക്കാൻ പോകുന്നത്. അവർക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവവചനമായി. നമ്മുടെ കുടുംബങ്ങളിലെ അനേകം തകർച്ചകളുടെ കാരണം നമുക്ക് വചനം അറിയാത്തതാണ്. എത്ര പഴഞ്ചൊല്ലറിയാം, എത്ര കടങ്കഥ അറിയാം, ഇഷ്ടംപോലെ അറിയാം, എത്ര വചനം അറിയാൻ ഓർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളുടെ പരാധീനത അവിടെ നമുക്ക് മനസ്സിലാക്കാം. മനോരമ പത്രം പറഞ്ഞത് മുഴുവൻ കാണാതെ പിടിക്കേണ്ട അവര്. കർത്താവ് പറഞ്ഞത് അറിയാൻ പാടില്ല. 91 സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നിനക്ക് ജീവൻ തന്ന, നിന്നെ സൃഷ്ടിച്ച, പരിപാലിച്ച ദൈവം പറഞ്ഞിട്ടുണ്ട്. ഋതുക്കളും മാസങ്ങളും ഗ്രഹങ്ങളും അല്ല നിന്നെ നിശ്ചയിക്കുന്നത്. സൂര്യനോ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നിശ്ചയിച്ച ദിവസങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല. സങ്കീർത്തനം 91:10 പറയുകയാണ്, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. ഇതാര് പറഞ്ഞു? സർവശക്തനായ ദൈവം പറഞ്ഞു. നമുക്കാര് പറഞ്ഞ വിശ്വാസം? വഴിയെ പോയവും പറഞ്ഞാണ് നമുക്ക് വിശ്വാസം. എന്റെ ഹൃദയം കീറി ചോരയെടുത്ത് ഞാൻ എഴുതി തരാം. നമ്മുടെ അനേകം കുടുംബങ്ങള് രക്ഷപ്പെടാൻ തുടങ്ങും. നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രയാസം മാറാൻ തുടങ്ങും. ഞാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാം തിരുവചനം പ്രകാരം നമ്മൾ വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ തിരുവചനം. അതൊരു വാഗ്ദാനമാണ്. പുറപ്പാട് 20-24. ബൈബിളില് മൊത്തം 73 പുസ്തകങ്ങളിലായി ബൈബിളിൽ 8500 വാഗ്ദാനങ്ങളുണ്ട്. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി എത്ര വാഗ്ദാനമുണ്ട്? 8500. 8500 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ മുഴുവൻ. 8500 വാഗ്ദാനം. അതിലെ ഒരു വാഗ്ദാനമാണിത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ തിരുവചനം ഒരു വാഗ്ദാനമാണ്. ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം എങ്ങനെയാണ്? എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാണ് പുറപ്പാട് 20-24. ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ഉണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നിത്യ സത്യങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ടെന്താ വായിക്കാത്ത? കൈകൊണ്ട് തൊടാത്തതെന്താ? അപ്പോ നമ്മൾ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നിത്യസത്യമാണ്. നിത്യസത്യം. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളും നിത്യസത്യമാണ്. അതിന് ഒരു മാറ്റവും. ഈശോ പറഞ്ഞു, ആകാശം കടന്നുപോകും, ഭൂമി കടന്നുപോകും, എന്റെ വചനത്തിന് മാത്രം മാറ്റം വരും.
എന്ന് പറഞ്ഞാൽ ദൈവം 2000 വർഷം മുമ്പ് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അതുല്യമാണ്. ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് ദൈവവചനത്തിന്റെ ശക്തി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എഴുതപ്പെട്ടിരിക്കുന്നത് ബൈബിളിലെ 8500 വാഗ്ദാനത്തിലെ ഒരു വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? പുറപ്പാട് 20-24 ഒരു വാഗ്ദാനമാണ്. വാഗ്ദാനം ഇതാണ്: എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ നാമം എവിടെങ്കിലും ഓർക്കാൻ ഞാൻ ഇടവരുത്തിയ ദൈവം ഒരുക്കണം. അച്ഛൻ പറഞ്ഞ പോലെ ഈ ശുശ്രൂഷ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം ഒരുക്കിയതാണ്. കർത്താവ് ഒരുക്കിയില്ലെങ്കിൽ ഇത് നടക്കില്ല. എന്തെങ്കിലും മാനുഷിക കാരണം വന്ന് അത് തട്ടിപ്പോ. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല, എനിക്ക് വരാനും പറ്റില്ല, നിങ്ങൾക്ക് വരാൻ പറ്റില്ല, പല രീതിയിൽ നമുക്ക് തടസ്സങ്ങൾ വരാം. കർത്താവാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തിന്റെ അതുല്യമായ നാമത്തെ ഉയർത്തുന്ന ഈ രാത്രിയിൽ ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത് കർത്താവാണ്. അങ്ങനെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ദൈവനാമം ഓർക്കാനും ദൈവത്തെ ആരാധിക്കാനും വേണ്ടിയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ കർത്താവിന്റെ നാമത്തെ അനുസ്മരിക്കാനും ദൈവത്തിന്റെ നാമത്തെ ഓർക്കാനും ഉയർത്താനും വേണ്ടി ഈ രാത്രിയിൽ ദൈവം നമ്മെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ ബൈബിളിലെ വാഗ്ദാനം ഇതാണ്: എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിച്ചാൽ ഇന്നെല്ലാം നടക്കാം. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ വന്നതുപോലെ തിരിച്ചു. അതായത് ഇതാണ് വിശ്വസിക്കേണ്ടത്, ഇതാണ് ഏറ്റെടുക്കേണ്ടത്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടത് ഇതാണ്. അതായത് എന്റെ കർത്താവിനെ ഓർക്കാനും ദൈവത്തെ ആരാധിക്കാനും ഇടവരുത്തി രാത്രിയിൽ എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഇന്നെന്നെ അനുഗ്രഹിക്കും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം. അപ്പൊ നമ്മൾ ഈ വചനം ഒന്ന് ഒരുമിച്ച് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഉച്ചത്തിൽ ഏറ്റു പറയണം. നിങ്ങൾക്ക് എത്ര വോളിയമുണ്ടോ അത്രയും ശബ്ദം എടുക്കണം. എന്നിട്ട് നമുക്ക് ഉറക്കെ പറയാം. കർത്താവ് പറയുന്ന പുറപ്പാട് 20-24, എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എന്നോട് പറയാം, എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ പറയാം, നല്ല അഭിഷേകം കർത്താവ് തരും. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അനേകം വചന ശുശ്രൂഷകളിൽ ഇതുപോലെയുള്ള സന്ധ്യകളിൽ കർത്താവ് ഇറങ്ങി വന്ന് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ കാര്യത്തിന് തെറ്റില്ല, ദൈവം പറഞ്ഞ കാര്യത്തിന് മാറ്റമില്ല. ദൈവം പറഞ്ഞത് മാറ്റമില്ലാത്തതാണെന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത ദൈവം. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പം എനിക്ക് സൗകര്യം ഇല്ലെങ്കിൽ ഞാൻ മാറ്റിയെന്ന് വരും. എനിക്ക് സൗകര്യപ്പെട്ടില്ലെങ്കിൽ എന്റെ വാക്ക് ഞാൻ ചിലപ്പോൾ മാറ്റും. ഞാൻ മാറ്റും. ലോകത്തെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന മനുഷ്യനും ചിലപ്പോൾ മാറ്റും. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത ദൈവം. അതായത് നമ്മൾ ഒരു വചനം വിശ്വസിച്ച് ഏറ്റെടുത്താൽ ദൈവത്തിന് അത് ചെയ്തു തന്നേ പറ്റൂ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യം നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ കർത്താവിന് അത് ചെയ്തു തന്നേ പറ്റൂ. ദൈവത്തിന് ചെയ്തു തന്നേ പറ്റൂ. കർത്താവിന്റെ ആത്മാവ് ആ വചനം എന്ത് പറഞ്ഞിരിക്കുന്നോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നേ പറ്റൂ. കാരണം ദൈവം പറഞ്ഞ കാര്യമാണ്. ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്ന ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിലമ്പൂര് ഒരു കൺവെൻഷന് പോയതാണ്. അവിടെ ചെല്ലുമ്പോ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എന്റെ അടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോ പകൽ സമയത്ത് സമയം ചോദിച്ച് കാണാൻ വന്നു. ഒരു 15 മിനിറ്റ് തന്നാ മതി അച്ചോ എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ പോയപ്പോ ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞു. മുഴുവൻ സമയം സംസാരിച്ചിരുന്നത് അവരാണ്. ഞാനൊന്നും സംസാരിച്ചില്ല, ഞാൻ കേൾക്കുകയായിരുന്നു. ഇത്രമാത്രം ദൈവകൃപ, ദൈവസ്നേഹം നിറഞ്ഞ വാക്കുകളായിരുന്നു അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നത്.
അതിലെ ഭർത്താവ് അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ കന്നഡ വിഭാഗത്തിൽ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ആളാണ്. ഭാര്യ അവർക്ക് വേണ്ടി പകൽ സമയത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നെ കാണാൻ വരുന്ന സമയത്ത് അന്ന് ആ സഹോദരങ്ങൾ പങ്കുവച്ചത് അവർ അനേക കാര്യങ്ങൾ പറഞ്ഞു. അതിലെ പ്രസക്തമായ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും ആമുഖം പറയുന്നത്. അങ്ങനെ ഈ സഹോദരങ്ങൾ പറയുകയാണ്, ഈ ഭാര്യയും ഭർത്താവിനോട് പറയുകയാണ്, അച്ഛാ, ഭർത്താവ് പറയുകയാണ്, ഞാൻ കൊടിയ മദ്യപാനിയായിരുന്നു, ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ ഒരു കുടുംബത്തിന് എന്തെല്ലാം നഷ്ടപ്പെടുമോ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. സമാധാനം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു. ബൈബിള് പറയുന്നുണ്ട് മദ്യപാനി കീറത്തുണി ഉടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കീറത്തുണി ഉടുക്കേണ്ട അവസ്ഥയായി, ദാരിദ്ര്യമായി, കടബാധ്യതയായി, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആകെപ്പാടെ ഭാരപ്പെട്ടിരുന്ന ഒരു സമയത്ത്, വലിയ ഭാരത്തിലും വിഷമത്തിലായിരുന്ന സമയത്ത്, ഒരു സമാധാനം ഇല്ലാതെ നാട്ടിൽ നിന്ന് എല്ലാം വിറ്റുപിറക്കി കർണാടകത്തിന് പോയി. കർണാടകത്തിൽ ചെന്ന് അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷെ മദ്യപാന പിശാച് കൂടെ വരുന്നത് കൊണ്ട് എവിടെ പോയാലും, മദ്യപാനവും വെച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നിങ്ങൾ സ്ഥലം വിറ്റ് പോയാലും മദ്യപാനം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നശിക്കും. ഏത് തിന്മയുടെയും കാര്യം അതാണ്. ഏതെങ്കിലും ഒരു പിശാചിനെ എടുത്ത് മടി വെച്ചോണ്ട് നമ്മൾ സ്ഥലം മാറിയത് കൊണ്ടൊന്നും വീട് രക്ഷപ്പെടണമെന്നില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാനഡയിൽ പോയാലൊന്നും രക്ഷപ്പെടണമെന്നില്ല, അയർലൻഡിൽ പോയാലൊന്നും രക്ഷപ്പെടണമെന്നില്ല. ഒരു പിശാച് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ പിശാച് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അയർലൻഡിൽ ചെല്ലും. അപ്പൊ അതുകൊണ്ട് സ്ഥലം മാറിയാലൊന്നും രക്ഷപ്പെടാന്ന് വിചാരിക്കരുത്. രക്ഷപ്പെടണമെങ്കിൽ തിന്മ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് വരണം, എന്നാലേ രക്ഷപ്പെടും. അപ്പൊ ഇങ്ങനെ കർണാടകത്തിൽ ചെന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചു, രക്ഷപ്പെട്ടില്ല. അവിടുന്ന് പിന്നെ എല്ലാം വിറ്റുപിറക്കി നാട്ടിലേക്ക് തിരിച്ചു വന്ന് താമസിക്കാം. കടുത്ത ദാരിദ്ര്യം. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, അപ്പൊ അച്ഛൻ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എങ്ങനെയാണ് മാറ്റം വന്നത്. സാധാരണ ഒരു ശരാശരി ക്രിസ്തീയ മലയാളി മാറ്റം വന്നത് ധ്യാനകേന്ദ്രങ്ങളിലാണ്. മിക്കവാറും ഒക്കെ ആളുകൾക്ക് അങ്ങനെയാണ് മാറ്റം വന്നത്. എനിക്ക് മാറ്റം വന്നത് ഒരു ധ്യാനകേന്ദ്രത്തിനുമല്ല, മാറ്റം വന്നതിന് ശേഷമാണ് ഞാൻ ധ്യാനകേന്ദ്രങ്ങളിൽ പോകാൻ തുടങ്ങിയത്. ആ മനുഷ്യൻ പറയാണ്, എനിക്ക് മാറ്റം വന്നത് പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ ഇടറുന്ന പാദങ്ങളോടെ വീട്ടിലേക്ക് ഞാൻ വെച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കയറി വരുന്ന സമയത്ത് എനിക്ക് കുളിക്കാൻ വെള്ളം തന്ന്, കഴിക്കാൻ ഭക്ഷണം ഒരുക്കി വെച്ച്, എന്നെ പരിചരിച്ച്, ബോധമില്ലാതെ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് ജപമാല ചൊല്ലുന്ന എന്റെ ഭാര്യ. പാതിരാത്രി 3 മണിക്കും 4 മണിക്കും എന്റെ കാൽപാദങ്ങളിൽ നനവ് പടരുന്നത് അറിഞ്ഞ് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോ ഒരു ജപമാല കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് എന്റെ 2 കാലിലും കെട്ടിപ്പിടിച്ചിരുന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കരയുന്ന ഭാര്യയെ ഞാൻ കാണും. നീ എന്താ ചെയ്യുന്ന ചോദിക്കും. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവള് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ മനുഷ്യൻ പറയാണ്, ഓരോ ദിവസം കഴിയും തോറും ഞാൻ ചെയ്യുന്ന പാതകങ്ങളിലും ഞാൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളിലും മനസ്സുനൊന്ത് എന്നെ ശപിക്കുകയോ എന്നെ ഇട്ടിട്ട് പോവുകയോ വിവാഹമോചനത്തിന്റെ സാധ്യതയിലേക്ക് കുടുംബത്തെ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുകയോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് അതൊന്നും ചെയ്യാതെ ഈ കൊടിയ പീഡനങ്ങളും മദ്യപാനം വിതയ്ക്കുന്ന വിപത്തുകളും സഹിച്ചുകൊണ്ട് വീട്ടിലിരുന്ന ഈ ഭാര്യ ഓരോ രാത്രിയിലും കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ജപമാല ചൊല്ലിയ ആ പാതിരാവുകളാണ് എന്നെ മാനസാന്തരപ്പെടുത്തിയത് എന്ന മനുഷ്യൻ പറഞ്ഞു. ഈ സ്ത്രീ അടുത്തിരിപ്പുണ്ട്, അവര് കരയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോ ആ പഴയകാല ഓർമ്മകളിൽ ആ സ്ത്രീയും വിതുമ്പുന്നു. എല്ലാം പറഞ്ഞിട്ട് ആ സഹോദരൻ പറയുകയാണ്, അച്ഛാ, അങ്ങനെ എനിക്ക് മാറ്റം വന്നു. എനിക്കൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട്, ഞാൻ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകും. എന്നും അവിടെ പണിയൊന്നുമില്ല. പണിയുണ്ടെങ്കിൽ തന്നെ ശമ്പളം തരാൻ ആ വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്ക് നിവൃത്തിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പല ദിവസങ്ങളിലും പണമില്ലാതെ, അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന സാഹചര്യങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഏതാണ്ട് 10 ദിവസത്തോളം ശരിക്കും ബുദ്ധിമുട്ടി. അങ്ങനെ എല്ലാ വീട്ടിൽ ഉണ്ടായിരുന്ന അരിയും സാധനങ്ങളും എല്ലാം തീർന്ന് പിന്നെയും പണിയില്ല, പിന്നെയും ദിവസങ്ങൾ മുന്നോട്ട് പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാട്ടുമ്പുറത്തൊക്കെ ഉള്ള പാവപ്പെട്ട അമ്മമാര് വീട്ടിൽ അരി തീർന്നാൽ പട്ടിണി കിടക്കുന്നതിന് പകരം അടുത്ത വീട്ടിലെ ചേച്ചിമാരുമായിട്ട് നല്ല പരിചയമായോണ്ട് അവിടെ നിന്നൊക്കെ പോയി കടം വാങ്ങിക്കും, അരി കടം വാങ്ങിക്കും. അങ്ങനെ വീട്ടില് ഈ ഭാര്യ അന്ന് രാവിലെ അന്നൊരു ജോലിക്ക് പോകുന്നുണ്ട്. അവള് ചെറിയൊരു പണിക്ക് പോകുന്നു. അവള് പണിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഭർത്താവിനും മക്കൾക്കും അവളുടെ അമ്മയും അവിടെയുണ്ട്. അവർക്കും ഭക്ഷണം വെച്ച് കൊടുത്തിട്ടാണ് അവള് പണിക്ക് പോകുന്നത്. അപ്പൊ വൈകുന്നേരം ഇവരെല്ലാം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവർക്ക് വേണ്ട രാത്രിയിലേക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കുന്നത് ഇവളുടെ അമ്മയാണ്.
അങ്ങനെ ഒരു ദിവസം രാവിലെ അവള് അരി ഇടാൻ വേണ്ടി ആ അരിപാത്രത്തിലേക്ക് നോക്കുമ്പോ കറക്റ്റ് ഒരു നേരത്തേക്കുള്ള അരി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടിട്ട് അവൾക്ക് വലിയ പ്രയാസമായി. എന്നെ നോക്കിക്കോളൂ, ഇങ്ങോട്ട് നോക്കി. അപ്പൊ അത് കണ്ടിട്ട് അവൾക്ക് വലിയ പ്രയാസമായി. അപ്പൊ അവൾ എന്ത് ചെയ്തു, ഈ അരിപാത്രത്തിൽ നിന്ന് അരി എടുത്ത് അത് കഞ്ഞി വെക്കുന്ന കലത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ഒരു മനസ്സ് അനുവദിക്കാതെ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പിടി അരി എടുത്ത് തിരിച്ചിട്ടു. അപ്പൊ അന്ന് ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന കാലമാണ്, ദൈവത്തെ തേടുന്ന കാലമാണ്. പക്ഷെ പട്ടിണിയാണ്. അങ്ങനെ ഇവളി അരി ഇട്ടു. അരിയെന്ന് ഒരു പിടി എടുത്ത് തിരിച്ചിട്ടു. അവള് ജോലിക്ക് പോയി. ഉച്ച കഴിഞ്ഞ് അമ്മ കഞ്ഞി വെക്കാൻ വേണ്ടി അരിപാത്രത്തിൽ നോക്കുമ്പോ കറക്റ്റ് ഒരു നേരത്തേക്കുള്ള അരി ഇരിക്കും. അപ്പൊ അമ്മ എന്ത് വിചാരിച്ചു, ഇവള് കടം വാങ്ങിച്ചാന്ന് വിചാരിച്ചു. എന്നിട്ട് അമ്മയെടുത്ത് കഞ്ഞിപ്പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പിടി അരി എടുത്ത് തിരിച്ചിട്ടു. പിറ്റേ ദിവസം രാവിലെ അവള് ചെന്നിട്ട് നോക്കുമ്പോ ഒരു നേരത്തേക്കുള്ള അരിയുണ്ട്. അപ്പൊ അമ്മ കടം വാങ്ങിച്ചാന്ന് വിചാരിച്ചു. ഇട്ടു, ഒരു പിടി അരി എടുത്ത് തിരിച്ചിട്ടു. ചുരുക്കി പറയാം, 6 ദിവസം അങ്ങനെ പോയി. 7ാമത്തെ ദിവസം ഈ മനുഷ്യൻ 10 കിലോ അരിയും വാങ്ങിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കടം വാങ്ങിച്ചതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, അമ്മയാ വാങ്ങിച്ചത്, അമ്മ കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാം. അമ്മ പറഞ്ഞു, നീയല്ലേ വാങ്ങിച്ചല്ലേ. ഇവള് പറഞ്ഞു, അമ്മയല്ലേ വാങ്ങിച്ചത്. അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങോട്ട് തർക്കുക. ചോദിച്ചും പറഞ്ഞു വന്നപ്പോ ആരും വാങ്ങിച്ചിട്ടില്ല. ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇത് അവിശ്വസനീയമായിട്ട് തോന്നും. അവിശ്വസനീയമായിട്ട് നിങ്ങൾക്ക് ഇത് തോന്നാം. എനിക്ക് യാതൊരു വിശ്വാസക്കുറവും ഈ കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവ്, ഒരു തരിമ്പ് പോലും വിശ്വാസക്കുറവില്ല. അതിന് കാരണമുണ്ട്. അതിന് കാരണം വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. 34-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. ഞാൻ വചനം വിശ്വസിക്കുന്ന ആളാണ്. വെറുതെ വിശ്വസിക്കുന്ന ആളല്ല, കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് വചനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ്. എനിക്ക് ഒരു സംശയമില്ല, ബൈബിളിൽ എഴുതപ്പെട്ട ഈ വചനം ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ നിറവേറിയിരിക്കും. കാരണം അത് പറഞ്ഞത് ദൈവമാണ്. ദൈവം പറഞ്ഞത് ദൈവം ചെയ്തിരിക്കും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് ദൈവം ചെയ്തിരിക്കും. എനിക്ക് ഒരു സംശയമില്ല. കർത്താവ് പറഞ്ഞത് കർത്താവ് ചെയ്തു. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, പക്ഷേ ഈ പാവപ്പെട്ടവനും അവന്റെ ഭാര്യയും പട്ടിണി കിടക്കാൻ കർത്താവ് സമ്മതിക്കില്ല. ആ വീട്ടിൽ അരി വന്നിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തിരുവല്ലായ്ക്കടുത്ത് കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാലനാ ഭവനുണ്ട്. സിസ്റ്റർ മേരി ലിറ്റി ആരംഭിച്ച ഒരു സന്യാസ സമൂഹത്തിന്റെ ജനറലേറ്റ് ആണ് സിസ്റ്റർ മേരി ലിറ്റിയുടെ സന്യാസ സമൂഹം. പരിപാലനാ ഭവൻ, പരിപാലനയുടെ ദാസിക, ദൈവപരിപാലനയുടെ എളിയ ദാസിക, ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസ്. അതാണ് ആ സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷന്റെ പേര്. ആയുസിൽ മരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് പോയിട്ടേ മരിക്കാം, അവിടുന്ന് കണ്ടിട്ടേ മരിക്കാം. കാണുമ്പോ നമുക്ക് മനസ്സിലാവും ദൈവം നമുക്ക് ചെയ്ത മഹാനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും പറ്റും. ഈ കുന്നന്താനത്ത് അനേകം കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ചില കുഞ്ഞുങ്ങളെ കട്ടിലോട് ചേർത്ത് കെട്ടിയിട്ടിട്ടുണ്ട്, കാരണം അവര് കൈ കടിച്ചു മുറിക്കും. ചില കുഞ്ഞുങ്ങളുടെ തല വലുതാവുന്ന, ഉടല് മാത്രം വളരാതെ തല മാത്രം വലുതാവുന്ന ഹൈഡ്രോസിഫാലിസിസ് എന്ന് പറയുന്ന രോഗമുള്ള കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ മുഖം അപ്പാടെ വികൃതമായ കുഞ്ഞുങ്ങളുണ്ട്. കൈയും കാലും ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അരയ്ക്ക് താഴെ തളർന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം ഒറ്റ ജോലിക്കാരെ പോലും വെച്ചിട്ടില്ല. എല്ലാ ഈ സിസ്റ്റേഴ്സാണ് തന്നെ ചെയ്യുന്നത്. അവര് ഭക്ഷണം വെക്കും, ഭക്ഷണം വെച്ച് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കും. രാത്രിയിൽ അവരുടെ കൂടെ കിടന്നുറങ്ങും. ഇവരെ എല്ലാം പരിപാലിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പെറ്റതള്ള കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് രാത്രിയിൽ അല്ലെങ്കിൽ പകൽ 3 മണിക്കൂർ ഈശോയുടെ മുമ്പിലിരുന്ന് ഈശോയെ ആരാധിക്കും. ഞാൻ ഏതാണ്ട് ഒരു 3 കൊല്ലം മുമ്പ് സിസ്റ്റർ മേരി ലിറ്റി മരിക്കുന്നതിന് മുമ്പ് കുന്നന്താനത്ത് ചെന്നപ്പോ എന്റെ അടുത്ത് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, മദർ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ 30 വർഷമായിട്ട് മുടങ്ങാതെ
പരിശുദ്ധ കുർബാനയുടെ ആരാധന രാത്രിയിലും പകലും നടക്കുന്നതിന്റെ അത്ഭുതമാണ് അച്ഛനെ കാണുന്നത് മുഴുവൻ. അവർക്ക് 165 സിസ്റ്റേഴ്സ് ഉണ്ട് ഇന്ന് എല്ലായിടത്തുമായിട്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് 165 സിസ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷെ ഈ 165 സിസ്റ്റേഴ്സിന്റെയും പ്രത്യേകത അവരെല്ലാം തന്നെ കർത്താവിന്റെ സ്നേഹം നിറഞ്ഞവരാണ്. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. ആ അഭിഷേകത്തിൽ അവർ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ശുശ്രൂഷകൾ ചെയ്യും. ആ ശുശ്രൂഷകൾ ചെയ്യുന്ന അവിടെ ഞാൻ പോണെന്ന് പറഞ്ഞതിന്റെ കാരണം അവിടെ അവർ ദൈവ പരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് ഭക്ഷണം വേണമെങ്കിൽ ഇന്ന് എന്തെങ്കിലും ആരെങ്കിലും കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാലം അവരുടെ ജീവിതത്തിലുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇന്ന് ഭക്ഷണം വേണമെങ്കിൽ ഇന്ന് രാവിലെ ആരെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിച്ച ആ കോൺഗ്രിഗേഷൻ ഇന്ന് ഏതവസ്ഥയിലാണെന്ന് അവിടെ ചെന്നൊന്ന് കണ്ട് മനസ്സിലാക്കും. ഞങ്ങളവിടെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് വിൽസനച്ചൻ കുർബാന ചൊല്ലുമ്പോ ഒരു പെൺകുട്ടി, അവളുടെ പേര് പുണ്യ എന്നാണ്. പുണ്യ എന്നാണ് ഒക്കെ പേരിട്ടിരിക്കുന്നത്. തിരുവല്ല ഭാഗത്ത് നിന്ന് ഒരു കുടുംബത്തിൽ പിറന്ന കുഞ്ഞാണ്. ആ കുഞ്ഞ് വികൃതമാണ്. അവരുടെ മുഖം വികൃതമാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള മുഖം പോലല്ല, വളരെ വിരൂപമായ മുഖമുള്ള ഒരു പെൺകുട്ടി. കയ്യും കാലും ഒക്കെ ശോഷിച്ച് അങ്ങനെ വിരൂപമായ ഒരു മുഖമുള്ള ശരീരപ്രകൃതിയുള്ള ഒരു മകൾ. അവളെ പ്രസവിച്ചിട്ടിട്ട് അവളുടെ അമ്മ കുഞ്ഞിനെ കാണാൻ വേണ്ടി കണ്ണു തുറന്ന് അവളുടെ മുഖത്തേക്ക് ശരീരത്തേക്ക് നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് തിരിഞ്ഞു കിടന്നിട്ട് പറഞ്ഞു, ഇനി ഇത് മരിച്ചട്ടെ, ഞാൻ തിരിയുന്നു പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയെ കളയാൻ വേണ്ടി എടുത്തോണ്ട് പോവാണ്. എവിടെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടി വീട്ടുകാരെടുത്തോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് പറഞ്ഞത്, ഇങ്ങനെ കുന്നന്താനത്ത് ഒരു പരിപാലനാ ഭവനുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാതിരാത്രിയിൽ അവിടെ കൊണ്ട് കൊടുത്താണ് പുണ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ആ പുണ്യ ഇന്ന് യേശുവിനെ അറിഞ്ഞ് വളരുകയാണ്. അവള് അച്ഛൻ കുർബാന ചൊല്ലുന്ന സമയത്ത്, കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഒരു പാട്ട് പാടി. കരയാതിരിക്കാൻ ഞങ്ങൾ പാടുപെട്ടു. അവള് പാടിയ പാട്ട് ഇതാണ്: മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എന്റെ മുഖത്തൊരു മുത്തം തന്നു. മുള്ളുകൾ എന്റെ മുഖത്തെങ്ങും വിങ്ങുന്ന വേദനയായി. സ്നേഹത്തോടെ എന്റെ കവിളിലേകിയ മുത്തം എനിക്ക് വേദനയായിട്ട് മാറിയപ്പോ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ എന്താണ് ഈ മുത്തം? അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു, മക്കളെ അതിന്റെ പേരാണ് സഹനം. ഒരു പാട്ട് പാടുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയുള്ള അനേകം കുഞ്ഞുങ്ങളെ പരിപാലിച്ച് വളർത്തി പരിപാലനാ ഭവൻ ആയുസുണ്ടെങ്കിൽ അവിടെ നിന്ന് പോണം. ഞാൻ പറയുന്നത് എന്തിനെന്നറിയാമോ? സിംഹക്കുട്ടികളെ കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിന്റെ കുറവുണ്ടാവില്ലെന്ന് കഴിഞ്ഞ 33 വർഷങ്ങളിലായി നിത്യാരാധന നടക്കുന്ന ഒരു കോൺവെന്റിൽ ചെന്നാൽ അവര് നിങ്ങൾക്ക് കാണിച്ചു തരും. കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിന്റെ കുറവുണ്ട്. ദൈവത്തിന്റെ വചനം സത്യമാണ്. ഞാനിത് ആമുഖം പറയുകയാണ്. ദൈവത്തിന്റെ വചനം സത്യമാണ്. ഈ സത്യം, ദൈവവചനം സത്യമാണ്. ലോകത്ത് ഒറ്റ പുസ്തകമുള്ള സത്യം, അത് ബൈബിളാണ്. വേറെ ഒരു പുസ്തകവും സത്യം. നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടായിരിക്കും. ഞാൻ പുസ്തകങ്ങൾ ഒത്തിരി വായിച്ചും വിഴുങ്ങിയൊക്കെ നടന്ന ഒരാളാണ്. ആ ഞാൻ നിങ്ങളോട് പറയുന്നു, പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തൊരു പുസ്തകമുള്ള സത്യം. ജീവിക്കാൻ കൊള്ളാവുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ. സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ. ഈ പുസ്തകം വിശ്വസിച്ചാൽ നീ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും, നിത്യതയിൽ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഒരു പുസ്തകമേ ലോകത്തുള്ളൂ. ആ പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ. ആ ബൈബിളിൽ സർവശക്തനായ ദൈവം പറഞ്ഞിരിക്കുകയാണ്, മക്കളെ, എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഒന്നി താഴെ നിവാസികളെ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഇന്ന് കർത്താവിന്റെ നാമം അനുസ്മരിക്കാൻ ദൈവം ഇടവരുത്തിയ ഈ സന്ധികളിൽ കർത്താവ് നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു മനോഭാവത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവചനത്തിൽ 66-ാമത്തെ അധ്യായത്തിലാണ്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 66:2. വിശ്വാസികളെല്ലാം ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ വായിക്കാം, കേട്ടിരിക്കണം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും, കേട്ടെ, തെക്കുംവടക്ക് നോക്കരുത്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും
എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചേ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേട്ടിരിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഇനിയിപ്പോ ഞാൻ പറയാൻ തുടങ്ങും മുതൽ ഇനി ഇവിടെ ഇരുന്ന് വിറച്ചു തുടങ്ങണമെന്നുള്ള എന്റെ അർത്ഥം. ഈ വിറയൽ നടക്കേണ്ടത് ശരീരത്തിലാണ്, ഈ വിറയൽ നടക്കേണ്ടത് ആത്മാവിലാണ്. അതായത് നമ്മൾ ഈ ദൈവവചനം കേട്ടിരിക്കുന്ന സമയത്ത്, ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മകനും മകളും ഇങ്ങനെ വിചാരിക്കണം, കർത്താവ് ഇതാ എന്നോട് സംസാരിക്കുക, കർത്താവ് ഇതാ എന്നോട്, എന്റെ കുടുംബത്തോട് കർത്താവ് ഇതാ സംസാരിക്കുക, ഇതാ എന്റെ ജീവിത പ്രശ്നങ്ങളോട് കർത്താവ് ഇതാ സംസാരിക്കുകയാണ്, എന്റെ കണ്ണുനീരിനോട് കർത്താവ് സംസാരിക്കുകയാണ്. ആ ബോധ്യത്തോടെ നിങ്ങൾ ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ വചനം കേൾക്കാനിരുന്നാൽ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. വീണ്ടും 66-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുകയാണ്, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു പുരോഹിതനല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണ്. ആ ദൈവം സംസാരിക്കുന്ന വാക്കുകളാണ് ദൈവവചനം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയും, ദൈവത്തിന്റെ ആ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. ശ്രദ്ധിക്കേ, ദൈവത്തിന്റെ ആ വചനം ജീവനുള്ളതാണ്, ഊർജ്ജസ്വലമാണ്, ലിവിംഗ് ആണ്, ആക്റ്റീവാണ്. അതായത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു നിറയും. ഞാൻ വളരെ അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു ദിവസം ഞാൻ ബൈബിൾ തുറക്കുമ്പോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്ന് ഞാൻ വായിക്കാം. യോഹന്നാൻ 14:1. അവിടെ ഇങ്ങനെ കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. യേശു പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. ഇതങ്ങോട്ട് വായിക്കുമ്പോ എന്റെ മുറിയിലേക്ക് അന്നേരം വന്ന ആളോട് ഞാൻ പറഞ്ഞു, ഇപ്പതേ എന്റെ കാല് മുതൽ തല വരെ ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ചാർജ് ചെയ്യപ്പെടുക, എന്റെ സകല അസ്വസ്ഥതയും വിട്ടുപോകണം, ഭയങ്കരമായ ഒരു ദൈവാഭിഷേകം എന്നിലേക്ക് വന്ന് നിറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറയട്ടെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 35,000-ഓളം വചനങ്ങളും ദൈവം അരുളി ചെയ്തതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിലെ ഒരു വചനത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. അതിലെ ഒരു വചനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്റെ ജീവിതം വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അത് ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. ബൈബിളിൽ എഴുതപ്പെട്ടതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു, നിറവേറുക തന്നെ ചെയ്യും. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ചതി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ആ ദൈവം പറയുകയാണ്, മക്കളെ, എന്റെ വചനം കേൾക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒന്നും കേട്ടില്ല. എന്ത് ചെയ്യണം? വിറയ്ക്കണം. എന്റെ വചനം കേൾക്കുമ്പോ വിറയ്ക്കണം. ആത്മാവിൽ ഇത് കർത്താവിന്റെ വചനമാണെന്ന് വിശ്വസിക്കണം, ദൈവവചനമാണെന്ന് വിശ്വസിക്കണം. കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിനകത്ത് 103-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, സഭ കർത്താവിന്റെ ശരീരത്തിന് കൊടുക്കുന്ന അതേ ആദരവ് ദൈവവചനത്തിന് കൊടുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കർത്താവിന്റെ ശരീരത്തിന് കൊടുക്കുന്ന അതേ ബഹുമാനം സഭ എന്തിനു കൊടുക്കുന്നു? ദൈവവചനത്തിന് കൊടുക്കുന്നു. ഞാൻ കൊന്നിത്താഴങ്കാരോട് ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. ഇവിടെ എന്റെ വലതുവശത്ത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു എന്റെ വലതുവശത്ത്. എന്റെ ഇടതുവശത്ത് ഇവിടെ ഒരു ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നു. നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുമ്പോ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലാണോ ഈ ബൈബിളിന്റെ മുമ്പിലാണോ നിങ്ങൾ ശിരസ് നമിച്ച് ആദരവും ബഹുമാനവും ആരാധനയും പ്രകടിപ്പിക്കാൻ പോകുന്നത്? എന്തിനു മുമ്പിലാണ്? കുർബാനയുടെ മുമ്പിലാണ്. എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ദിവ്യകാരുണ്യത്തിലാണോ ബൈബിളിലാണോ ഈശോയുടെ സാന്നിധ്യം കൂടുതലുള്ളത്? പരിശുദ്ധ കുർബാനയിലാണോ ദൈവവചനത്തിൽ ബൈബിളിലാണോ യേശുവിന്റെ സാന്നിധ്യം കൂടുതലുള്ളത്? 1% കൂടുതലുള്ളത് എവിടാ? എവിടാ? രണ്ടിലും ഒരേ സാന്നിധ്യം.
നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട, ഒരു സംശയം വേണ്ട. 103-ാം ഖണ്ഡികയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ ശരീരത്തിന് കൊടുത്ത അതേ ആദരവ് കൊടുത്ത് തിരുസഭ ദൈവവചനത്തെയും മാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തിലെ അതേ സാന്നിധ്യം തന്നെയാണ് ദൈവവചനത്തിലുള്ളത്. ഒരു തർക്കവും വേണ്ട. വിശുദ്ധ കുർബാന കയ്യിൽ തന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടാൽ നിങ്ങളത് കട്ടിലിന്റെ കീഴിൽ കൊണ്ടുവന്നിടുവോ? മേശയിൽ പല പുസ്തകങ്ങൾ കിടക്കുന്ന, പല കാര്യങ്ങൾ കിടക്കുന്ന കൂട്ടത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന കൊണ്ടുവന്നിടുവോ? എവിടെങ്കിലും കട്ടിലോ മേശയിലോ അവിടെ എവിടെ അത് ഇട്ടിട്ട് പോവോ? നിങ്ങൾ പോവില്ല. പ്രിയപ്പെട്ട മക്കളെ, എന്നാൽ നമ്മുടെ വീട്ടിലെ ബൈബിളിന്റെ സ്ഥാനം എവിടെ? നമ്മൾ ബൈബിളിലെ കൈകാര്യം ചെയ്യുന്നില്ല. വേദപുസ്തകത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്താണ്? അതിന്റെ ഉള്ളിൽ, അതിന്റെ പിന്നിൽ, ഉള്ളിൽ കിടക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമുക്കൊരു വിചാരമുണ്ട്, ഇത് അനേകം പുസ്തകങ്ങളിൽ ഒരു പുസ്തകം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് ആത്മാവിൽ ശക്തമായ ബോധ്യത്തോടെ പറയുന്നു, ദൈവത്തിന്റെ വചനം ഈശോയുടെ ശരീരം പോലെ തന്നെ കർത്താവിന്റെ സാന്നിധ്യമുള്ള, ദിവ്യകാരുണ്യത്തിലുള്ള അതേ കർത്താവ് ദൈവവചനത്തിലും സന്നിഹിതനായിരിക്കുന്നു. ആ കർത്താവ് ഒരു വ്യക്തി ബൈബിൾ വിശ്വസിച്ചാൽ, ബൈബിളിലെ വചനങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആ വ്യക്തിയുടെ കുടുംബത്തിൽ സംഭവിക്കും. ഞാനൊരു രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് ചെല്ലുന്ന സമയത്ത് വൈകുന്നേരത്തെ ശുശ്രൂഷയുള്ളൂ, പകല് ഒഴിവായിരുന്നു. ആ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ വയ്യാതെ കിടക്കുന്നുണ്ട്, അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നെ ആ വണ്ടിയിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് വീട്ടിൽ ചെന്നു. പാവപ്പെട്ടൊരു മനുഷ്യൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ അസുഖം കൂടി ജോലി ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ്. കിടപ്പ് കണ്ടാണ്ടല്ലോ, മരിക്കാൻ കിടക്കുന്ന ഒരാൾ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും ഒരു കരഞ്ഞോണ്ട് നിപ്പുണ്ട് അടുത്ത്. ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞു, വെച്ചാ ചേട്ടന് ഭയങ്കര ഭയമാണ്. ഭയം ഇതാണ്, ചേട്ടന്റെ അപ്പൻ ഇതേ പ്രായത്തിൽ ഇതേ രോഗം വന്നാണ് മരിച്ചത്, മരിച്ചു പോകുമോ എന്ന പേടിയാണ്. അതുകൊണ്ട് ജോലി സ്ഥലത്ത് വീണ് അവിടുന്ന് രോഗം മൂർച്ഛിച്ച് കൊണ്ടുവന്ന് ആ കിടപ്പാണ്. ഇപ്പൊ നാളുകളായിട്ട് ഈ കിടപ്പാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ താടിയും മുടിയൊക്കെ വളർത്തി വളരെ അവശനായിട്ടിരിക്കുന്ന ഒരു സഹോദരൻ. അപ്പൊ ആ മനുഷ്യന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം ഒരു വചനം കാണിച്ചു തന്നു. 118-ാം സങ്കീർത്തനം 17-ാം തിരുവചനം, സങ്കീർത്തനം 118:17, ആ വചനം ഹൃദയത്തിൽ വന്നു. അപ്പൊ ഞാൻ ആ വചനം പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, നിന്റെ രോഗത്തിനുള്ള മരുന്ന് കിട്ടിയിരിക്കുകയാണ്. ആ മരുന്ന് നീ എത്ര തവണ ആവർത്തിച്ച് ഈ വചനം പറയാമോ അത്രയും തവണ ഈ വചനം പറഞ്ഞാൽ നീ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഒരു കാര്യം ഒരാളോട് പറഞ്ഞാൽ ആ വ്യക്തി അത് ദൈവം പറയുന്നത് പോലെ സ്വീകരിച്ചാൽ, ദൈവവചനം ദൈവത്തിന്റെ സ്വരമാണെന്ന് സ്വീകരിച്ചാൽ ആ വ്യക്തിയിൽ അത് സംഭവിച്ചിരിക്കും. അത് ഉറപ്പാണ്. നമ്മൾ അതായത് എന്ത് കാര്യം പറഞ്ഞാലും അത് ആ വ്യക്തി. ഞാൻ പെട്ടെന്ന് തിരുവനന്തപുരത്തെ സർവോദയ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ, സർവോദയ സ്കൂളില് നമ്മളിങ്ങനെ ടീച്ചേഴ്സിന് എല്ലാ വർഷവും ധ്യാനം കൊടുക്കും. അപ്പോ ആ ധ്യാനം കൊടുക്കുന്ന സമയത്ത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ടീച്ചേഴ്സും ഉണ്ട്. ഞാനെന്ന് അവരോട് യേശുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പിന്നെ ഒത്തിരി ടീച്ചേഴ്സ് എന്നോട് അപ്പോയിന്റ്മെന്റ് ചോദിച്ച് കാണാൻ വരുമായിരുന്നു. ഞാൻ കോളേജിലുള്ള സമയത്ത് അങ്ങനെ ഹോസ്റ്റലിൽ വന്ന് കാണും, പ്രാർത്ഥിക്കും. അങ്ങനെ കാണാൻ വന്നൊരു ടീച്ചറാണ്. ആ ടീച്ചർ പറഞ്ഞു, മെഡിക്കൽ സയൻസ് പറയുന്ന പ്രകാരം എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ പിന്നെ എന്തിനാ എന്റെ അടുത്ത് വന്നേ? അപ്പൊ ടീച്ചർ പറഞ്ഞു, പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ട് അച്ഛാ, ദൈവമല്ലേ ശരീരം സൃഷ്ടിച്ചത്. ശരീരം സൃഷ്ടിച്ച ദൈവത്തിന് എന്റെ ശരീരത്തിൽ എന്തെല്ലാം വൈകല്യം മാറ്റാൻ പറ്റും. അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ ആ കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറാനും ആ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറി ആ മാലിന്യം എല്ലാം മാറാൻ വേണ്ടി ഞാൻ അവരോട് അന്നേരം എന്റെ മനസ്സിൽ ആത്മാവ് തന്ന കുറച്ച് വചനഭാഗങ്ങളിൽ പേപ്പറിൽ കുറിച്ചെടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊരു 3 മാസത്തേക്ക് ഇതങ്ങ് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്റെ അടുത്ത് വരാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരിത് കേട്ടിട്ട് തിരിച്ചു. 3 മാസം കഴിയുമ്പോ അവരെന്നെ ഒത്തിരി വിളിക്കുന്നുണ്ട്. നമ്മുടെ തിരക്ക് ഓട്ടവും കാരണം ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മാസങ്ങൾ പിന്നെയും കഴിഞ്ഞു. ഒരു ദിവസം അവര് ശുശ്രൂഷയ്ക്ക് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ 3 മാസം കഴിഞ്ഞു, അച്ഛനെ വിളിച്ച് കിട്ടുന്നില്ല. ഞങ്ങൾ 3 മാസം കഴിഞ്ഞു, അതുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞു അതിനെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്ത് സംഭവിച്ചു? അവര് പറയാണ്, സംഭവിച്ചു ഒരുപാട് കാര്യങ്ങൾ.
ഒത്തിരി കാര്യങ്ങൾ. ഒന്നാമത്, ആദ്യത്തെ 3 മാസം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ലക്ഷണം ഒന്നും കണ്ടില്ല. പക്ഷേ ആദ്യത്തെ 3 മാസം വീട്ടിൽ ഭയങ്കര മാറ്റം വരാൻ തുടങ്ങി. മുടങ്ങിക്കിടന്ന ഒരു വസ്തുവിന്റെ മേഖല, വിൽപ്പനയുടെ മേഖല, അത് തുറക്കപ്പെട്ടു. കടബാധ്യതകൾ മാറി. അങ്ങനെ ആ മേഖലയെല്ലാം ക്ലിയറായി. മക്കളുണ്ടായിട്ടില്ല. അപ്പൊ ഇവർക്ക് വിശ്വാസം വർദ്ധിച്ചു. വിശ്വാസം വർദ്ധിച്ചപ്പോ എന്ത് ചെയ്തു? അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ അച്ഛനെ വിളിക്കണ്ട, ഇത് തന്നെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ചുരുക്കി പറയാം. അതുകൊണ്ട് ഒരു 3-4 മാസം മുമ്പ് തിരുവനന്തപുരത്ത് പട്ടം കത്തീഡ്രൽ ദേവാലയത്തിൽ ഈ ടീച്ചർ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട്, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത് വൈദ്യശാസ്ത്രം ഒരിക്കലും മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് കർത്താവ് ദാനമായിട്ട് കൊടുത്ത കുഞ്ഞിനെ ദൈവം തന്നതാണെന്ന് സാക്ഷ്യപ്പെടുത്താനായി. ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചാൽ അത് സംഭവിക്കും. അങ്ങനെ 118 സങ്കീർത്തനം 17 തിരുവചനം കർത്താവ് തന്നപ്പോ ഞാൻ പറഞ്ഞു, സഹോദരാ, നിന്റെ രോഗം മാറാൻ കർത്താവ് ഇതാ ഒരു വചനം തരികയാണ്. നീ ഇത് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കും. മരുന്ന് അവര് തന്ന ഡോസ് കഴിച്ച് ഓവർ ഡോസ് ആയാൽ ആള് തട്ടിപ്പോകും. ഇത് എത്ര ഡോസ് കൂടിയാലും കുഴപ്പമില്ല. ഇഷ്ടം പോലെ നീ വായിച്ച് ഈ വചനം അങ്ങ് ആവർത്തിക്കാൻ പറഞ്ഞു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഈ വചനം ഒരു പേപ്പറിൽ എഴുതി അവന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ. ഈ വചനം ഒരു പേപ്പറിൽ എഴുതി അവന്റെ തലയിലടി. ഈ വചനം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവന് കാണാവുന്നിടത്ത് ഒട്ടിച്ചു വെക്കും. എന്നിട്ട് അവന്റെ അടുത്തിരുന്ന് ഈ വചനം നീ അങ്ങ് വായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 4 ദിവസം കഴിഞ്ഞു. നമുക്ക് ക്രിസ്തീയ കാര്യങ്ങൾ പറയുന്നതിന് പ്രസംഗിക്കുന്നതിന് വിലക്കുള്ള ഒരു രാജ്യമാണിത്. ആ രാജ്യത്ത് ഒരു ഒളിവിടത്തിൽ, ഒരു ഫാം ഹൗസിലാണ് ആ വെള്ളിയാഴ്ച കുർബാന ആരാധന നടക്കുന്നത്. അവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ്, ആളുകൾക്കൊന്നും നിൽക്കാൻ പറ്റാതെ തിങ്ങി നിറഞ്ഞ ആ ഫാം ഹൗസിൽ അങ്ങനെ ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോ ആ കൂട്ടത്തിൽ മുമ്പിൽ ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു, ഈ മരിക്കാൻ കിടന്നവനെ. അവനവിടെ ഫ്രണ്ടിൽ നിന്ന് യാതൊരു കുഴപ്പമില്ലാതെ പാടുകയും ആടുകയും ആരാധിക്കുകയും ചെയ്തു. അവൻ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയാം, ഞാൻ സാക്ഷ്യം പറയട്ടെ. ഞാൻ ഈ സാക്ഷ്യമൊന്നും പറയണ്ട, നീ ഈ പറഞ്ഞ വചനം പറഞ്ഞു. വചനം തരാം, സങ്കീർത്തനം 118:17. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അതാണ് വചനം. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ. ഈ വചനം ഇവന്റെ ചങ്കിനകത്ത് മരുന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സന്ധികളിൽ ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ കർത്താവാണ് സംസാരിക്കുന്നത് എന്ന വിചാരത്തോടെ അത് സ്വീകരിക്കണം. സ്വീകരിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തെ ഇടപെട്ടിരിക്കും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ആകാശം മാറും, ഭൂതലം മാറും, എന്റെ വചനത്തിന് ഒരു മാറ്റമില്ല. ഈശോ പറഞ്ഞ എന്ത് ഒരു വചനം കിട്ടിയാൽ അത് വിശ്വസിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എനിക്കൊരു വചനം തന്നു. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി തന്ന വചനമാണ്. വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ടാവും. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇവിടെ ഉണ്ടാവും. സുഭാഷിതങ്ങൾ 23:18 നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്ന ഒരു വചനമാണിത്. ഇത് ഏറ്റെടുക്കണം, വിശ്വസിക്കണം, ആവർത്തിക്കണം. എപ്പോഴും ഇത് പറഞ്ഞു. ചെറുപ്പക്കാരൊക്കെ പേപ്പറിൽ എഴുതി പോക്കറ്റിലിട്ടോ. നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനിന്റെ വാൾപേപ്പർ ഈ വചനമാക്കിയിടും. എന്നിട്ട് എപ്പോഴും ആവർത്തിക്കും. നിന്റെ തലവര മാറും. വിശ്വസിച്ചോളുക. സുഭാഷിതങ്ങൾ 23:18 തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ചതി പറഞ്ഞേ ഹല്ലേലൂയ. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അപ്പൊ നമ്മൾ ഈ വചനം ഉച്ചത്തിൽ പറയാൻ പോവുകയാണ്. ഉച്ചത്തിൽ എല്ലാവരും പറയുകയാണ്. ഒന്ന് കണ്ണടച്ച് ഉച്ചത്തിൽ പറഞ്ഞേ, തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ, തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഇങ്ങനെ പറഞ്ഞ തീർച്ചയായും എന്റെ കുടുംബത്തിനൊരു ഭാവിയുണ്ട്. എന്റെ കുടുംബത്തിലൊരു ഭാവിയുണ്ട്. എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ആരാണിത് പറഞ്ഞത്? ആരാണിത് പറഞ്ഞത്? ആരാ പറഞ്ഞത്? സർവശക്തനായ ദൈവമാണ്. ഈ പറഞ്ഞത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. ദൈവം പറഞ്ഞൊരു കാര്യത്തിന് മാറ്റം ഉണ്ടാവുകയില്ല. അപ്പൊ ഒന്നുകൂടെ ആ വചനം പറയാം. ദൈവം പറഞ്ഞ കണ്ണടയ്ക്കാൻ പറഞ്ഞ എല്ലാവരും കണ്ണടച്ചേ, അനുസരിക്കും. തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്. തീർച്ചയായും എന്റെ കുടുംബത്തിനൊരു ഭാവിയുണ്ട്. എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക്
ഭംഗം നേരിടുകയില്ല. തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്. എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനം ദൈവശക്തി കൊണ്ട് നമ്മളെ നിറയാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ വചനം. അപ്പൊ അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ചെയ്യും. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇതാ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ദൈവം ഒരു പ്രവൃത്തി ചെയ്യും, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം, ഹബക്കൂക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതനാകുവിൻ, ആരോട് പറഞ്ഞാലും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകും. പിന്നെ പ്രിയപ്പെട്ട മക്കൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനം അച്ഛൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വേദപുസ്തകത്തെ, ദൈവവചനത്തെ കണ്ണും പൂട്ടി സ്വീകരിക്കണം. ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം ഇങ്ങനെയാണ്. 2 ദിനവൃത്താന്തം 16:9 വചനം എങ്ങനെയാണ്? തന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിന്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുകയാണ്. കർത്താവിന്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുകയാണ്. തന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിന്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുകയാണ്. അതായത് ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന വചനങ്ങളെ, അല്ലെങ്കിൽ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുകയും അതിനെ എളിമയോടെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി ആ വചനം പറയുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് തന്ന് ആ വചനം നിവർത്തിയാക്കി തരും. എന്ത് കാര്യമാണ് ആ വചനം പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, പക്ഷെ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിന്റെയും കുറവുണ്ടാവില്ല. അപ്പോൾ ആ വചനം ഹൃദയത്തിൽ വിശ്വസിച്ച, ആ വചനം ഏറ്റെടുത്ത, ആ വചനത്തെ ബഹുമാനിച്ച ഒരു കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ ശക്തി ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ആ വചനത്തിന്റെ അതുല്യമായ ചൈതന്യം ആ കുടുംബത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കാലഘട്ടത്തെ എന്റെ യാത്രക്കിടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: നമ്മുടെ മുഴുവൻ തകർച്ചകളുടെയും പിന്നിൽ നമുക്ക് ബൈബിൾ അറിയില്ല എന്ന ഒരു പരാധീനത ഉണ്ട്. അതായത് നമ്മൾ അതിന് മാത്രം നമ്മൾ വില കൊടുക്കുന്നില്ല, ആ കാര്യത്തിന് മാത്രം. അതെന്തോ പാതകമായിട്ട് നമ്മൾ കരുതുകയാണ്. ഞാനൊരു മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവര് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഈ മകള് എപ്പോഴും ഈ മകൻ എപ്പോഴും ശാലവും TV കാണുക, അവൻ എപ്പോഴും ഇരുന്ന് ബൈബിള് വായിക്കുക, അവൻ എപ്പോഴും ഇരുന്ന് അവൻ ബൈബിളിലെ വചനങ്ങൾ കുറിച്ചെടുക്കുകയാണ്. പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുന്ന കാര്യമൊക്കെ അവൻ എഴുതിയെടുത്തിട്ട് അവൻ എപ്പോഴും ഇത് വായിക്കുക. അതെന്തോ വലിയ അപരാധം പോലാണ് ആ പാവപ്പെട്ട അപ്പനും അമ്മയും പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ അവസ്ഥ. അതായത് അല്പനേരം ബൈബിൾ വായിച്ചാൽ അതെന്തോ കൊടിയ അപരാധമായിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നമ്മുടെ മക്കൾ കൂടുതൽ സമയം ബൈബിൾ വായിച്ചാൽ അതെന്തോ വലിയ അപരാധമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് ഒടുവിൽ അഭയമാവാൻ പോകുന്നത് നിങ്ങൾ അവരെ പഠിപ്പിച്ച വചനമായിരിക്കും. കുരിശിൽ കിടക്കുന്ന ഈശോ അവസാനമായിട്ട് ഈശോയുടെ വായിൽ നിന്ന് പുറത്തു വന്ന എന്താണ്? എല്ലാം പൂർത്തിയായി, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്റെ പ്രാണനെ സമർപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ, കുരിശിൽ കിടക്കുന്ന ഈശോ അവസാനമായിട്ട് പറഞ്ഞ എന്താ? പറയാണ്, എല്ലാം പൂർത്തിയായി, എവരിതിങ് ഈസ് ഫിനിഷ്ഡ്. പൂർത്തിയായി, എല്ലാം തീർന്നു. ഈ നാടകം ഇതാ തിരശീല വീഴാൻ പോവുകയാണ്. എല്ലാം പൂർത്തിയാവുന്ന സമയത്ത് ഈശോ പറയാണ്, അപ്പാ, നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശോ കടന്നുപോയ സഹനം നിങ്ങൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചാൽ പോലും നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനകളുടെ ആധിക്യത്തിലൂടെയാണ് ഈശോ കടന്നുപോയത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ആ വേദന. എന്തുകൊണ്ടാണ് ഈശോ രക്തം വിയർത്തത്? ആ ദുഃഖം മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ദുഃഖമല്ല. അവന്റെ ധമനികൾ പൊട്ടി, ഞരമ്പ് പൊട്ടി, രക്തം അവന്റെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങളായി പുറത്തേക്ക് വരികയാണ്. അവന്റെ രോമകൂപങ്ങളിലൂടെ ആ ചോര പുറത്തേക്ക് വരികയാണ്.
അത്രയ്ക്ക് അസഹനീയമായ വേദനയാണ്. അതാണ് പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഈശോ പറയുന്നത്, കഴിയുമെങ്കിൽ 1 മണിക്കൂർ ഒന്ന് ഉണർന്നിരുന്ന് തരാമോ. സഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഒരിക്കലും മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത മഹാവേദന. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതു, അവർ എന്റെ മുതുകിൽ ഉഴവ് ചാലുക. കണ്ടവർ അവനെ കണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. അത്രയ്ക്ക് വിരൂപനായിരുന്നു. കണ്ടാപ്പോ ഒറ്റ തവണ നോക്കാൻ പോലും പറ്റാത്ത. പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഈശോയുടെ രൂപം അഭിനയിച്ച വിഖ്യാതനായ ഹോളിവുഡ് നടൻ ആ മനുഷ്യൻ, ജിം കവിസേൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ആ കുരിശെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2 കാര്യം സംഭവിച്ചു. കുരിശെ കിടന്ന് ആ ഈശോയുടെ റോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 കാര്യം സംഭവിച്ചു. ഒന്ന്, ആ മനുഷ്യനെ ഇടിവെട്ടി. രണ്ടാമത്, ആ മനുഷ്യന്റെ നട്ടെല്ലിന്റെ ഡിസ്ക് അതിന് പ്രശ്നം വന്നിട്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായി. സർജറി ചെയ്യേണ്ടി വന്നു ഉടനെ തന്നെ. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ പീഡാനുഭവ രംഗങ്ങളിലൂടെ അഭിനയിച്ച് ആ സിനിമ അഭിനയിച്ച് തീരുമ്പോ ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. ഇന്ന് അദ്ദേഹം 10,000 ചെറുപ്പക്കാരുടെ ഇടയിൽ യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു നടനാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ യേശുവിന്റെ റോൾ എടുത്ത് ആ മനുഷ്യൻ പറയാണ്, ആ സഹനങ്ങളിലൂടെ ഒരാൾ കടന്നുപോയാൽ അയാൾക്ക് മാനസാന്തരപ്പെടാതിരിക്കാൻ പറ്റില്ല. ഈ റോൾ അഭിനയിച്ച മനുഷ്യൻ കുരിശെ കിടക്കുമ്പോൾ ഇടിവെട്ടി. വെള്ളിയാഴ്ച ആ പ്രകൃതി ശരിക്കും ഹൃദയഭേദകമായിട്ട് പ്രകൃതിക്ക് ചലനം വന്ന് നമ്മൾ വായിക്കുന്നില്ല. ആ സിനിമ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇടിവെട്ടി. അദ്ദേഹത്തിന് ഈ നട്ടെല്ലിന് സർജറി ചെയ്യേണ്ടി വന്നു. അതിൽ ഒത്തിരി പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി. ആ മനുഷ്യൻ പറയുകയാണ്, യേശുവിനെ കണ്ടുമുട്ടി, യേശുവിനെ അഭിനയിച്ചു. പിന്നെ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ വിശുദ്ധ പൗലോസിന്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, അതിൽ അദ്ദേഹം അഭിനയിക്കുന്നു. അത് യേശു വേറെ ഒരു സിനിമയിലും അഭിനയിക്കുന്നില്ല. കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. വായിച്ചാൽ മതി, സമയം കിട്ടും അദ്ദേഹത്തെ കുറിച്ച്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത പീഡാനുഭവങ്ങളിലൂടെ ഈശോ കടന്നുപോയി. ഈശോയുടെ ആ മഹാവേദനകളുടെ നടുവിൽ ആരും ഈശോയുടെ കൂടില്ല. എല്ലാവരും തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും നിഷേധിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത് കുരിശിൽ അവൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. കൈകളിലും കാലുകളിലും ആണിയടിച്ചു കുരിശിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. കുരിശിൽ തറയ്ക്കപ്പെടുന്ന ആള് ശരിക്കും മരിക്കുന്നത് ചോര വാർന്നല്ല, ശ്വാസം മുട്ടിയാണ്, ശ്വാസകോശം പൊട്ടിയാണ് മരിക്കുന്നത്. കാരണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരാളുടെ കാലിലും ചേർത്ത് അണിയടിച്ച് കാലും തകർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ശ്വാസം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ കാലെ കുത്തി ശ്വാസം എടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ശ്വാസം മുട്ടിയാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടവര് മരിക്കുന്നത്, ചോര വാർന്നൊന്നും അല്ല മരിക്കുന്നത്. അങ്ങനെ ശ്വാസകോശം പൊട്ടി പ്രാണൻ പൊട്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, പിതാവേ എല്ലാം പൂർത്തിയായി, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം തകർക്കപ്പെട്ടാലും കുരിശിലേറ്റപ്പെട്ടാലും ആണിയടിക്കപ്പെട്ടാലും ഉഴവുകാരന്റെ മുതുകിൽ ഉഴുതാലും ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഒരു മനുഷ്യന് നോക്കി നിൽക്കാനാവാത്ത മഹാവേദനയിലൂടെ കടന്നുപോയാലും ദൈവമേ ഞാനിതാ എന്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കും. അപ്രകാരം പറഞ്ഞുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ തന്റെ ജീവിതം സമർപ്പിച്ച് പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രാണനെ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എനിക്ക് പറയാനുള്ളത്, ഈ പ്രാർത്ഥന കർത്താവിന് എവിടുന്ന് കിട്ടിയത്? ഈ പ്രാർത്ഥന പിതാവേ ഒരു കൊണ്ടനടിച്ചാണ്, ഒരു സ്പോണ്ടേനിയസ് സ്വയം പ്രേരിത പ്രാർത്ഥന നടത്തിയതാണോ ഈശോ? പറഞ്ഞേ ഈശോ ഒരു സ്വയം പ്രേരിത പ്രാർത്ഥന നടത്തിയതാണോ? അതായത് കുരിശേ കിടക്കുന്ന സമയത്ത് ദൈവമേ എന്റെ പ്രാണനെ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വയം പ്രേരിതമായിട്ട് പ്രാർത്ഥിച്ചാണോ? എന്ത് പറയുന്നു? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. പിണക്കമാണോ? അല്ല, നിങ്ങൾക്ക് എന്നാ ഒരു പ്രയാസം? പറയാ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഈശോ ഒരു സ്വയം പ്രേരിത പ്രാർത്ഥന നടത്തിയതാണോ? ആണോ? പിന്നെ എവിടുന്ന് കിട്ടി? പിതാവായ ദൈവം പറഞ്ഞു കൊടുത്തു. അപ്പോ കരുണ തോന്നിയിട്ട് പാവല്ലേ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. ആണോ? എങ്ങനെയാ പ്രാർത്ഥിച്ചത്? പറഞ്ഞേ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാനിതാ
സമർപ്പിക്കുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ഈശോയ്ക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇനി എന്ന് പറഞ്ഞേ എവിടെ നിന്ന് ഈശോയ്ക്ക് പ്രാർത്ഥന കിട്ടിയത്? പിതാവായ ദൈവം ദൂതനെ അയച്ച് പറഞ്ഞു കൊടുത്താണോ? എവിടുന്ന് കിട്ടിയത്? പറഞ്ഞു പിതാവായ ദൈവം പറഞ്ഞു കൊടുത്താണോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. അതായത് ഒരു യഹൂദ മാതാവ്, ഒരു സാധാരണ യഹൂദ മാതാവ് തന്റെ മകൻ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ മകന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. അതായത് ഒരു യഹൂദ അമ്മ മകൻ അല്ലെങ്കിൽ മകൾ തങ്ങളുടെ മക്കള് ഓരോ ദിവസവും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ മകനെ ചൊല്ലിക്കൊടുത്തിരുന്ന സങ്കീർത്തന ഭാഗമാണ്. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ, എന്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു, എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന ഒരു യഹൂദ മാതാവ് തന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന പ്രാർത്ഥനയാണ്. ഈശോയ്ക്ക് ഈ പ്രാർത്ഥന എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ആരായിരിക്കും ഈശോ ഇത് പഠിപ്പിച്ചത്? പരിശുദ്ധ കന്യകാമറിയം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പരിശുദ്ധ കന്യകാമറിയം പഠിപ്പിച്ച ഈ പ്രാർത്ഥനയാണ്, ശ്രദ്ധിച്ചിരിക്കണം, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യേശുവിന് അഭയമായി മാറുന്നത് സ്വന്തം അമ്മ പഠിപ്പിച്ചു കൊടുത്ത വചനഭാഗമാണ്. സ്വന്തം അമ്മ പഠിപ്പിച്ചു കൊടുത്ത തിരുവചനമാണ് ഈ മകന് അവന്റെ മരണത്തിന് തൊട്ട് മുമ്പ് അഭയമായി മാറിയത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ബാങ്ക് ബാലൻസോ വാങ്ങിച്ചിടുന്ന തോട്ടങ്ങളോ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമോ ഒന്നും ആവില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉപകരിക്കാൻ പോകുന്നത്, അവർക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവവചനമായിരിക്കും. നിങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ബൈബിളും അവരെ പഠിപ്പിക്കുന്ന ദൈവവചനവുമാണ് നിങ്ങളുടെ മക്കൾക്ക് ഒടുവിൽ അഭയമായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ കുടുംബങ്ങളിലെ അനേകം തകർച്ചകളുടെ കാരണം നമുക്ക് വചനം അറിയാത്തതാണ്. വെറുതെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു പരീക്ഷണം തരാം. നിങ്ങൾ വീട്ടിലിരുന്നിട്ട്, നാളെ രാവിലെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം, എത്ര പഴഞ്ചൊല്ലറിയാം എന്ന് ചിന്തിക്കണം. എത്ര പഴഞ്ചൊല്ലറിയാം, എത്ര കടങ്കഥ അറിയാം. അല്ലെ, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയുന്ന എത്ര സാധനങ്ങൾ അറിയാം, അങ്ങനെയൊക്കെ ഒന്ന് എത്ര എണ്ണം അറിയാന്ന് വെറുതെ ഒന്ന് എണ്ണി നോക്കണം. ഇഷ്ടം പോലെ അറിയാം. എന്നിട്ട് അത് നിർത്തിയിട്ട് എത്ര വചനം അറിയാന്ന് ഓർത്തു നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളുടെ പരാധീനത അവിടെ നമുക്ക് മനസ്സിലാവും. ഉള്ള പഴഞ്ചൊല്ല് നാട്ടുകാർ പറഞ്ഞ, മനോരമ പത്രം പറഞ്ഞത് മുഴുവൻ കാണാതെ പിടിക്കും രാവിലെ. കർത്താവ് പറഞ്ഞത് അറിയാൻ പാടില്ല, ദൈവം പറഞ്ഞറിയാൻ പാടില്ല. അപ്പോഴാണ് അയലോക്കത്തെ ഒരാൾ കയറി വരുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത്, ദൈവമേ ഇന്ന് 1-ാം തീയതിയാണ് ഇയാൾ കയറി വരുന്നത്. ഇയാളെ നമ്മൾ കണ്ടു, 1-ാം തീയതി ഇയാളെ കണ്ടു. അപ്പൊ അന്നേരമാണ് നമ്മൾ ഓർക്കുന്നത്, 1-ാം തീയതി രാവിലെ ആരെ കണ്ടോ അവന്റെ ഗുണമാണ് ആ മാസം വരാൻ പോകുന്നത്. അതാര് പറഞ്ഞാണ്? അത് ഈ നാട്ടിലെ ഏതോ ഒരു വിവരമില്ലാത്തോ പറഞ്ഞാണ്. ഏതോ ഒരു വിവരദോഷി എന്നോ പറഞ്ഞാണ് ഇത് ആർക്കാണ്ടിട്ട് ഒരു പണി കൊടുത്ത കണ്ട ഇത്. അതായത് 1-ാം തീയതി കാണുന്നു നിന്റെ കുടുംബം തകർത്ത് കളയുമെന്ന് ഏതോ ഒരു വിവരമില്ലാത്ത, ബോധമില്ലാത്ത ആരോ പറഞ്ഞാണ്. ഇത് വിശ്വസിക്കും, അത് വിശ്വസിക്കും. 91-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നിനക്ക് ജീവൻ തന്ന, നിന്നെ സൃഷ്ടിച്ച പരിപാലിച്ച ദൈവം പറഞ്ഞിട്ടുണ്ട്, ഋതുക്കളും മാസങ്ങളും ഗ്രഹങ്ങളും അല്ല നിന്നെ നിശ്ചയിക്കുന്നത്, സൂര്യനോ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നിശ്ചയിച്ച ദിവസങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല. സങ്കീർത്തനം 91:10 പറയുകയാണ്, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. ഇതാര് പറഞ്ഞു? സർവശക്തനായ ദൈവം പറഞ്ഞു. നമുക്ക് ആര് പറഞ്ഞ വിശ്വാസം? ഈ വഴിയെ പോയവൻ പറഞ്ഞാണ് നമുക്ക് വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ എന്റെ ഹൃദയം കീറി ചോരയെടുത്ത് ഞാൻ എഴുതി തരാം. നമ്മുടെ അനേക കുടുംബങ്ങള് രക്ഷപ്പെടാൻ തുടങ്ങും. നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രയാസം മാറാൻ തുടങ്ങും. ഞാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. ദിവസവും അരമണിക്കൂർ ഇരുന്ന് ബൈബിൾ വായിക്കും. നിന്റെ വീട്ടിലെ പ്രശ്നം അത് മാറിയില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നത് വന്നാൽ മതി. എന്നിട്ട് എന്റെ കഴുത്തിന് പിടിച്ചിട്ട് എന്നെ എന്ത് വേണേലും ചെയ്തു. മാറിയില്ലെങ്കിൽ
ആ പേരിന് ആരും തിരുവനന്തപുരത്ത് വരാന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരേണ്ടി വരില്ല. നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് സ്വീകരിച്ചു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനും നമ്മൾ തുടങ്ങുന്ന ദിവസം മുതൽ നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളെ മാറ്റം വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മരുന്ന് തരാം. ശ്രദ്ധിക്കും. എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല. നിങ്ങൾ നല്ല ആളുകളായതുകൊണ്ടും കസേര ഫ്രണ്ടിലോട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ വളരെ അനുസരണയോടെ മുന്നോട്ടിരുന്നുകൊണ്ടും ഒക്കെയാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരേണ്ടതല്ല. സാധാരണഗതിയിൽ അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾ കൊള്ളാൻ തോന്നും നിങ്ങളെ കണ്ടിട്ട്. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുന്ന് ഇതാണ്, കുറുക്കു വഴിയാണ്. ശ്രദ്ധിക്കണം. ഒന്നാം സങ്കീർത്തനം പറയുകയാണ്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികൾ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, ഈ ആരെങ്കിലുമൊക്കെ തോന്നിയാസം ജീവിക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കുകയും തിന്മയിൽ ജീവിക്കുന്ന പറയുന്ന ആളുകൾക്ക് വില കൊടുക്കുകയും. ഒരുത്തം വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് സർപ്പകോപം ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൂടെ അത് പറഞ്ഞാൽ നിനക്ക് എന്റെ കോപം ഉണ്ടാവും. എന്റെ കൂട്ടുകാരനാണ്, എന്നോട് വന്നിട്ട് പറയാണ് എന്റെ ഭാര്യയ്ക്ക് സർപ്പകോപം. ഞാൻ പറഞ്ഞു, അത് ആര് പറഞ്ഞു? അത് ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു ഈ സർപ്പകോപം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയാമോ? ഏണിയും പാമ്പും കളിച്ച് ഇങ്ങനെ മേളി ചെല്ലുമ്പോ പാമ്പിന്റെ വായ്പ പെടത്തില്ലേ, അതുപോലാന്ന് പറഞ്ഞു. നമ്മൾ 2-3 സ്റ്റെപ്പ് എടുത്ത് മേളിൽ ചെന്ന് കഴിയുമ്പോൾ പാമ്പിന്റെ വായ്പ ഇട്ട് താഴെ പോയി. അതാണ് സർപ്പകോപം. അവന്റെ സാധാരണ വിലയിരുത്തൽ വിശകലനം അങ്ങനെ. ഞാൻ പറഞ്ഞു, ഇനി നീ പറഞ്ഞാൽ എന്റെ കോപം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, ഭയങ്കര കോപമാണത്, അത് വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന എന്റെ ഒരു ചങ്ങാതി അവധിക്ക് വന്നപ്പോ ഗതികേടൻ എന്റെ അടുത്ത് വന്ന എന്നോട് പറഞ്ഞാണ്, അച്ഛാ പ്രാർത്ഥിക്കണ സർപ്പകോപമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ കുടുംബത്തെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്ന എന്തെന്നറിയാമോ? ദുഷ്ടരുടെ ഉപദേശം. വഴിയെ പോയ ആരോ പറഞ്ഞൊരു ഉപദേശമാണ്. വീട്ടിൽ കയറിയ വഴിയെ പോയ ഒരാൾ പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് എന്റെ അടുത്ത ഒരാൾ പറഞ്ഞു. ആ മനുഷ്യൻ എന്റെ അടുത്ത് പറയാണ്, പാവ മനുഷ്യനാ, അതായത് അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിന് കുറെ ശാപമുണ്ട്, അതായത് കുറെ പ്രശ്നങ്ങളുണ്ട് അച്ഛാ, അതൊന്ന് തീർത്തു തരണം. അതിന്റെ പരിപാടി എങ്ങനെ, അതിന് മൊത്തം എന്തോ ചെലവാകും, അതിന്റെ കാര്യങ്ങൾ, മറ്റേ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി. ഞാൻ എന്തോ മന്ത്രവാദിയാണെന്നാണ് ആ പാവം വിചാരിച്ചത്. നമുക്ക് കണ്ട അങ്ങനെ വല്ല മന്ത്രവാദി ലുക്ക് എന്തോ. എന്റെ കണ്ണാടി നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് പറയാം എനിക്ക് മന്ത്രവാദി. ഈ മനുഷ്യൻ വിചാരിച്ചിരിക്കും ഞാൻ ഏതോ വലിയ മന്ത്രവാദിയാണ്, മറ്റേ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചു വന്നാൽ മന്ത്രം ചെയ്ത് ഇത് ശരിയാക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ചോദിച്ചത് ആര് പറഞ്ഞു ചേട്ടന്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്? അപ്പോ അത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ നോക്കിയും അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ കുടുംബം, ഈ 2 കുടുംബങ്ങളും യേശുവിലേക്ക് വന്ന് കർത്താവ് ഒറ്റ കുർബാന ചൊല്ലിയപ്പോ അവന്റെ സർവ്വകോപം പോയി. ആരുടെ? അവന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളായിരുന്നു കോപം. അതായിരുന്നു കോപം. ഒറ്റ കുർബാന. ഞാൻ പറഞ്ഞു, നിനക്ക് സമയമുണ്ടോ? ഇന്ന് ഉണ്ട്, ഹോസ്റ്റലിലാണ്, സെന്റ് തോമസ് ഹോസ്റ്റലിൽ. നിനക്ക് സമയമുണ്ടോ? ഉണ്ട്. നമുക്ക് ഞാൻ കുർബാന ചൊല്ലിയിട്ടില്ല, നമുക്ക് ചൊല്ലാന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു. അങ്ങനെ ആ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു കുർബാന ചൊല്ലി. അവനും അവന്റെ ഭാര്യയും ഞാനും ഒരുമിച്ച് ഒരു കുർബാന ചൊല്ലി. ആ കുർബാനയിൽ ഈ കോപം അങ്ങ് പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് അനേകം ആളുകളുടെ ഹൃദയത്തിൽ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിച്ച് നടക്കുകയാണ്. എല്ലാവരും പറഞ്ഞാണ് പ്രധാനം. ആളുകൾ പറഞ്ഞാണ് നിനക്ക് നിങ്ങളുടെ ഈ വീട്ടിൽ താമസിച്ചവർ ആരും രക്ഷപ്പെടത്തില്ല. ആരോ പറഞ്ഞു, അയ്യോ രക്ഷപ്പെടത്തില്ല. ഞാനൊരു മർമ്മം പറയാം, ശ്രദ്ധിക്കണം. നീ എന്ത് വിശ്വസിക്കുന്നോ അത് നിന്റെ വീട്ടിൽ സംഭവിക്കും. നീ എന്ത് ഭയപ്പെടുന്നോ അതും നിന്റെ വീട്ടിൽ സംഭവിക്കും. കേട്ടോണം. നീ എന്ത് വിശ്വസിക്കുന്നോ അത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. നീ എന്ത് ഭയപ്പെടുന്നോ അത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ഈ ഭയം ഇല്ലാതാവുന്ന എങ്ങനെന്നറിയാമോ? ദൈവവചനം അറിയാമ്പോഴാണ്. കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്, നിന്റെ വലതു ഭാഗത്ത് 1000 വീഴും, ഇടതു ഭാഗത്ത് 10,000 വീഴും, പക്ഷെ നീ വീഴാതെ എന്റെ കരങ്ങൾ നിന്നെ താങ്ങിക്കൊള്ളും. ഇത് നീ വിശ്വസിച്ചാൽ ആ കരങ്ങൾ നിന്നെ താങ്ങിയിരിക്കും.
വിശ്വസിക്കാതെ സംഭവിക്കും, വിശ്വസിക്കാതെ സംഭവിക്കില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ സമയം കളയുന്ന ആളുകൾ. ഒരു പണിയില്ല, 24 മണിക്കൂർ TV കണ്ടു. പരിഹാസികളുടെ ഇരിപ്പിടം. പരിഹാസം, നല്ല പരിഹാസം കാണണമെങ്കിൽ വൈകുന്നേരത്തെ TV വെച്ചാൽ മതി. വഴിയെ പോകുന്നവരെല്ലാം പരിഹസിക്കുന്ന കാര്യങ്ങൾ കാണണമെങ്കിൽ വൈകുന്നേരത്തെ TV വെച്ചാൽ മതി. എന്തെങ്കിലും ഒരു പ്രശ്നം എടുത്തിട്ട് 5-6 പേരെ ഇരുത്തിയിട്ട് പരിഹാസം. പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കരുത്. മനസ്സിലായോ? TV വെച്ച് ഇത് കണ്ട് വായും വളർന്ന് വെള്ളം ഒലിപ്പിച്ച് ഇരിക്കരുത്. പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അത് ആ സ്പിരിറ്റാണ് പിന്നെ നിന്റെ വീട്ടിൽ. അതും കണ്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക്, വൈകുന്നേരങ്ങളിൽ അതും കണ്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് സകലരോടും പരിഹാസമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, 24 മണിക്കൂർ ഇതെല്ലാം കണ്ടുകൊണ്ട് അതും ചർച്ച ചെയ്തിരിക്കുന്നവർ, അവർക്ക് എല്ലാവരോടും പുച്ഛം. ലോകത്ത് അവര് മാത്രമേ ഉള്ളൂ ശരി, വേറെ ആരും ശരിയല്ല. ലോകത്ത് അവര് മാത്രമേ പറയുന്നതേ ഉള്ളൂ സത്യം. പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കുക. സീരിയലും കണ്ടുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. സീരിയലും കണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഒരു കുഞ്ഞിന്റെ കാര്യം പറയും. ഞാൻ വണ്ടിയിൽ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിയിരുന്ന് സംസാരിച്ച കാര്യം. അപ്പോ ഈ സിസ്റ്റർ എന്നോട് പറയുകയാണ്, ആ ഒരു കുഞ്ഞിന്റെ കാര്യം പറയാണ്. ആ കുഞ്ഞ് ഇത്തിരി മോശമായിട്ട് നടക്കുകയാണ്. അപ്പൊ ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ അമ്മയോ അമ്മ. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അമ്മയുടെ കാര്യമൊന്നും പറയണ്ട. അമ്മ 24 മണിക്കൂറും, അമ്മയ്ക്ക് ഒരു ജോലിയുണ്ട്, ജോലിയും കഴിഞ്ഞ് വന്നാൽ അമ്മ 24 മണിക്കൂറും വാട്സപ്പിലാണ്. അമ്മയുടെ ബിസിനസ് എല്ലാം വാട്സപ്പിൽ. എന്നിട്ട് പറയാണ്, കൊച്ചു രാത്രി കഥ കടച്ചിരുന്ന് ഫോണിനകത്ത് എന്തോ ചെയ്യുന്നു. അമ്മ പരിഹാസികളുടെ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന സാധനങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് 5 പൈസ ഗുണം നിനക്ക് കിട്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത്, പാപികളുടെ വഴിയിൽ നടക്കരുത്, പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കരുത്. ആവശ്യമില്ലാതെ സമയം പലതിനും ചെലവാക്കി കളയാതെ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. കർത്താവിന്റെ നിയമത്തിൽ, നിയമം എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് വചനത്തെയാണ്. കർത്താവിന്റെ വചനത്തിലാണ് അവന്റെ ആനന്ദം. എവിടാണ്? കർത്താവിന്റെ വചനത്തിലാണ്. ഞാൻ ചങ്ക് കയറി പറഞ്ഞു തരാം. നിങ്ങൾ എന്ന് മുതൽ ഈ ബൈബിളിനെ സ്നേഹിക്കുന്നു, അന്ന് മുതൽ നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം വരാം. എന്ന് മുതൽ നിങ്ങൾ ഈ ബൈബിളിൽ ആനന്ദം കണ്ടെത്തുന്നു, വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്നു, അന്ന് മുതൽ നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം വരാൻ തുടങ്ങും. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നീർച്ചാലിനരികെ നട്ടതും എല്ലാ കാലത്തും ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് കർത്താവിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നവൻ. കർത്താവിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നവൻ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും, എല്ലാ കാലത്തും അല്ലെങ്കിൽ വേണ്ട കാലത്ത് ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ മരം പോലെയാണ് കർത്താവിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നവൻ. കേൾക്കണം, അവന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാവും. നീ ഒരു മരം വെച്ചാൽ അത് വടവൃക്ഷമാവും. നീ ഒരു പറമ്പിലിറങ്ങി ഒരു പണി ചെയ്താൽ അതിനകത്തുനിന്ന് ഇഷ്ടം പോലെ ഫലം കിട്ടും. നീ ഒരു കാര്യത്തിനിറങ്ങിയാൽ അത് നടക്കും. സുഭാഷിതം 23:18 ദൈവം പറഞ്ഞുണ്ടല്ലോ, നിന്റെ ഭാവി, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരില്ല, അത് നിന്റെ കുടുംബത്തെ അത് നടക്കും. നീ ഒരു കാര്യത്തിനിറങ്ങിയാൽ അത് ഐശ്വര്യമായിരിക്കും. നിന്നെ കൊണ്ടൊരു കാര്യത്തിന് പോയാൽ അത് ഗുണമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് കർത്താവിന്റെ വചനത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സഫലമാവും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ദൈവവചനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയ, നീ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് നടക്കും. കർത്താവ് പറഞ്ഞു, ആരെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്? ഹൃദയത്തിൽ എളിമയുള്ളവരെ. യെശയ്യാ 66:2 നമ്മൾ വായിച്ചു, ഹൃദയത്തിൽ എളിമയുള്ളവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു പ്രവചനം പറയും. പ്രവചനം. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ഒരു പ്രവചനം പറയാം. ഇവിടെ നാളെ വരുന്ന ചെറുപ്പക്കാര് ഒരു POC ബൈബിള്, വലിയ ബൈബിള് എടുത്ത് കൈ പിടിച്ച്, ഇതല്ലേ നിങ്ങൾ വരുന്ന വണ്ടിയെ വെച്ച് അതും കൊണ്ട് വണ്ടിയെ നിറങ്ങി അതും പിടിച്ച് ഇവിടെ വന്ന് നാളെ നിങ്ങൾ ഈ വചനം കേട്ടാൽ നിന്റെ ജീവിതത്തിൽ നിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന വിഷയത്തിൽ കർത്താവ് ഇടപെട്ടിരിക്കും എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയും. നടന്നിരിക്കല്ലോ.
ഒരു സംശയമില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ ദൈവം പറഞ്ഞ വചനം തെറ്റാണ്. ദൈവം പറഞ്ഞ വചനം തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത് ശീലിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾ വെറുതെ സൂക്ഷിച്ചു നോക്കൂ. വെറുതെ വേദപുസ്തകം കൈ കൊണ്ട് നടക്കുന്ന ആളുകളെ അവരുടെ ജീവിതം നിങ്ങൾ നോക്കൂ. അവരുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചു. നിങ്ങൾ വെറുതെ നോക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റു സഭകളെ നിങ്ങളുടെ കുഞ്ഞ് പള്ളി വരുമ്പോൾ ഒരു ബൈബിൾ കൊണ്ടുവരുന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവി കർത്താവ് ഏറ്റെടുത്തിരിക്കും. ദൈവവചനം കയ്യിൽ പിടിച്ച ഒരാളെയും ദൈവം അനുഗ്രഹിക്കില്ല. എന്റെ ആയുസ്സിൽ എനിക്ക് ദൈവം തന്നത്, ഞാൻ ഈ പുസ്തകം എടുത്ത് ചങ്കത്ത് വെച്ച് കിട്ടിയ അനുഗ്രഹം മാത്രമേ എന്റെ ജീവിതത്തിൽ എനിക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പുസ്തകം എടുത്ത് നെഞ്ചത്ത് വെച്ചപ്പോ, കൈ പിടിച്ചപ്പോ, ഇത് വായിച്ചപ്പോ, ഇത് കൊണ്ടു നടന്നപ്പോ, ഇത് ചുമന്നപ്പോ, ഇതിനു വേണ്ടി ഭ്രാന്ത് പിടിച്ചോടി നടന്നപ്പോ കിട്ടിയ അനുഗ്രഹമേ കഴിഞ്ഞ കാലത്ത് എന്റെ ജീവിതത്തിൽ ഉള്ളൂ. എനിക്ക് ഒരു കാലത്തും ഒരിടത്തും നാണം കെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് വരെ ദൈവം തന്നിട്ടില്ല. ഇന്ന് വരെ ഞാൻ ഈ പുസ്തകം എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരവസ്ഥയിൽ ഗതികെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം കർത്താവ് തന്നിട്ടില്ല. ദൂതന്മാരിറങ്ങി പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് അനുഭവങ്ങൾ ജീവിതത്തിൽ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട കുഞ്ഞെ, മകളെ, ചേച്ചി, ചേട്ടാ, പുസ്തകം എടുത്ത് പഠിക്കും. ലോകത്ത് എത്രയോ വിലകെട്ട കാര്യങ്ങൾ നമ്മൾ കയ്യിലെടുത്തു. വാക്കത്ത് കയ്യിലെടുത്തു, കോമ്പസ് കയ്യിലെടുത്തു, ഭക്ഷണം കൈകൊണ്ടെടുത്തു, എന്തോരം മദ്യക്കുപ്പി കൈകൊണ്ടെടുത്തു, മദ്യ ഒഴിച്ച ഗ്ലാസ് കൈകൊണ്ടെടുത്തു, എന്തോരം വൃത്തികെട്ട കാര്യങ്ങൾക്ക് കൈ ഉപയോഗിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കയ്യിൽ നീ ദൈവവചനം പിടിച്ചാൽ നിന്റെ തലവരെ തിരുത്തേണ്ട ഉത്തരവാദിത്വം സ്വർഗത്തിന്റെ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു തീരുമാനം എടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: ദൈവമേ, നിന്റെ വചനത്തെ സ്നേഹിക്കും. 1/2 മണിക്കൂർ വീട്ടിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിൾ വായിച്ചാൽ സഭ അതിന് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് 1/2 മണിക്കൂർ ബൈബിൾ വായിച്ചാൽ പാപങ്ങൾ ഉണ്ടാക്കി വെച്ച കാലിക ശിക്ഷയ്ക്ക് മാറ്റം വരും. പാപം വീട്ടിലുണ്ടാക്കി വെച്ച ദുരന്തങ്ങൾ മാറും. 1/2 മണിക്കൂർ വീട്ടിലിരുന്ന് ദൈവവചനം കർത്താവിന്റെ സ്വരം അഭിഷേകം അറിഞ്ഞ സ്വരമാണ്. പ്രിയപ്പെട്ട മക്കളെ, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒറ്റ കാര്യമാണ് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്: നിങ്ങളുടെ ഓരോ കുടുംബവും ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു ചടങ്ങിന് പെട്ടെന്ന് നമ്മൾ കുറച്ച് വായിച്ച് ഓടിച്ചു വിട്ടു, അതല്ല. ഇരുന്ന് വില കൊടുത്ത് ദൈവത്തിന്റെ വചനം വായിക്കണം. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഏതാണ്ട് 7 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ കണ്ടുമുട്ടിയ കാലത്ത്, അതിനു മുമ്പ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതം നയിച്ച്, ഒരുപക്ഷെ ആ മനുഷ്യൻ നടന്നു പോകുന്ന സമയത്ത് നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെ പറയുമായിരുന്നു, ഇവൻ മരിച്ചു പോയായിരുന്നു. അങ്ങനെ അത്രമാത്രം മനുഷ്യര് നാടും വീടും വെറുത്ത ഒരു മനുഷ്യൻ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, യേശുവിന്റെ സ്നേഹം കണ്ടുമുട്ടി, വചനം കേട്ട് കേരളത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് മാനസാന്തരപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഭാര്യയും മക്കളെയും ധ്യാനത്തിന് കൊണ്ടുപോയി. പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലമാണ്, ഒന്നുമില്ലാത്ത കാലം. അന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോ ഭാര്യ പറയും, ഇങ്ങനെ ബൈബിളും വായിച്ചിരുന്നാ മതിയോ? ദൈവം എല്ലാം കൊണ്ടുതരുമോ? കർത്താവെല്ലാം കൊണ്ടുതരുമോ? ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഉപ്പൊഴിച്ച്, ഒരു കറിയില്ലാതെ ഉപ്പൊഴിച്ച് കഴിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒന്നുമില്ലല്ലോ എന്ന് ദൈന്യതയോടെ കണ്ണിമ ചെമ്മാതെ അപ്പനെ നോക്കിയിരിക്കുമ്പോ അപ്പം പറയും, മക്കളെ, ഈശോ പറഞ്ഞിട്ടുണ്ട്, തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടില്ല. തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടില്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. എഴുതാനും വായിക്കാനും അറിയാത്ത ഈ മനുഷ്യൻ കുത്തിപ്പറക്കി വാക്കുകൾ, അക്ഷരങ്ങൾ വായിച്ച് വചനം വായിക്കാനത് ശരിക്കും അറിയാൻ പാടില്ല, എഴുത്ത് ശരിക്കും അറിയാൻ പാടില്ല. അങ്ങനെ ആ അവസ്ഥയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും നിന്ദിച്ചു. നാട്ടുകാരും നിന്ദിച്ചു, അവർ തലയ്ക്ക് സുഖമില്ല, വീട്ടുകാരും നിന്ദിച്ചു, തലയ്ക്ക് വെളിവില്ല. ഒരു കാലത്ത് മാനസാന്തരപ്പെടണമെന്ന് ആരൊക്കെ പ്രാർത്ഥിച്ചോ അവരെല്ലാം പറഞ്ഞു, ഇവന് അതിലും ഭേദം പഴയ ജീവിതമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജീവിക്കുമ്പോഴേ മനുഷ്യൻ വചനത്തെ സ്നേഹിച്ചു. എവിടെ ചെന്നാലും ദൈവവചനം, വേദപുസ്തകം കൊണ്ട് നടക്കാൻ തുടങ്ങി. ആളുകൾ കളിയാക്കി പലതും വിളിക്കാൻ തുടങ്ങി, പാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങി, വേദപുസ്തകം കൈ പിടിച്ചുകൊണ്ട് നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടങ്ങളിലും ദൈവത്തെ വിട്ടില്ല. കർത്താവിനെ വിടാതെ മുറുകെ പിടിച്ചു. മക്കളെ വചനം പഠിപ്പിച്ചു, മക്കളെ ദൈവസ്നേഹത്തെ വളർത്തി. ഞായറാഴ്ച പള്ളി കുർബാനയ്ക്ക് പോകുമ്പോ അച്ഛൻ ബൈബിൾ മെസ്സേജ്, ദൈവത്തിന്റെ സന്ദേശം പറയുന്ന സമയത്ത് ബൈബിളൊന്നും നമ്മുടെ പള്ളികളിൽ ആരും തുറക്കാറില്ല. പക്ഷെ ഈ മനുഷ്യൻ ബൈബിൾ തുറക്കും, വായിക്കും, കേൾക്കുമ്പോ ആനന്ദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരാധീനതകളിൽ ദൈവവചനത്തെ സ്നേഹിച്ച് മനുഷ്യനെ കർത്താവ് അനുഗ്രഹിച്ചു.
ദൈവം കൈവിട്ടില്ല. ദാനിയേൽ പറഞ്ഞതുപോലെ സിംഹക്കുട്ടി കിടക്കുന്ന സമയത്ത് ഹബക്കൂക്ക് ഭക്ഷണവുമായിട്ട് വരികയാണ്. വേറൊരു രാജ്യത്ത് ജോലിക്ക് നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്ന ഹബക്കൂക്കിനെ മുടുക്കി പിടിച്ച് ചുറ്റി പിടിച്ച് ബാബിലോണിലെ സിംഹക്കൂട്ടിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ആ സമയത്ത് പ്രവാചക ദാനിയേലെ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് ഹബക്കൂക്ക് വിളിക്കുന്ന സമയത്ത് ദാനിയേൽ പറയുന്ന ഒരു വാചകമുണ്ട്: ദൈവമേ, ഈ പാവപ്പെട്ടവനെ നീ ഓർത്തല്ലോ. ഓർക്കും പ്രിയപ്പെട്ടവരെ, ആരെയാണെന്നറിയാം? ദൈവവചനത്തെ സ്നേഹിച്ചവരെ ദൈവം ഓർക്കും. ദൈവവചനത്തെ മാനിച്ചവരെ ദൈവം ഓർക്കും. പുസ്തകം എടുത്ത് നെഞ്ചത്ത് വെച്ചവരെ ദൈവം ഓർക്കും. അത് വായിച്ച് അഭിമാനത്തോടെ അത് കൊണ്ടു നടന്നവരെ ദൈവം ഓർക്കും. ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ കർത്താവ് ആ മനുഷ്യനെ അനുഗ്രഹിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയായ സമയത്ത്, അതായത് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ നമ്മൾ മണിക്കൂർ ക്യൂ നിന്ന് കാണണ്ട. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ ക്ലീമീസ് തിരുമേനി, നമ്മളൊരു കാര്യം, ഞങ്ങൾ അച്ഛന്മാര് പോലും ഒന്ന് കാണാൻ പോയാൽ, പല ദിവസങ്ങളും പോയാൽ കാണാൻ പറ്റാത്ത ആള്. നിങ്ങളൊരു ദേവാലയത്തിന്റെ തിരുനാളിന്, ഒരു ദേവാലയ കൂദാശയ്ക്ക്, ഒരു പെരുന്നാളിന് വിളിച്ചാൽ സമയമില്ലാതെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആള്. ഈ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് 10-40 കിലോമീറ്റർ വണ്ടി പോയി ഇറങ്ങി കുറെ ദൂരം നടന്ന് ഈ ആളുടെ വീട്ടിൽ ചെന്ന് അവന്റെ വീട്ടിൽ 2 മണിക്കൂർ ഇരുന്ന് അവന്റെ ഭാര്യയോടും മക്കളോടും ഒരുമിച്ച് 2 മണിക്കൂർ ദൈവത്തെ ആരാധിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് അത് കണ്ടു നിന്നപ്പോ എനിക്ക് തോന്നി, ദൈവമേ, ഇതാണ് വേദപുസ്തകം നെഞ്ചത്ത് വെച്ചവനെ നീ മാനിക്കുന്നത്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. വേദപുസ്തകം എടുത്ത് നെഞ്ചത്ത് വെക്കുന്നവനെ കർത്താവ് മാനിക്കും. അത് വായിക്കുന്നവനെ, വചനം പഠിക്കുന്ന ദൈവം മാനിച്ചിരിക്കും. എങ്ങനെയെങ്കിലും ദൈവം മാനിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, അവന്റെ വീട്ടിൽ നമ്മൾ കൊടുത്ത ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പിതാവ് പറയുകയാണ്, നിന്റെ വീട്ടിൽ എനിക്കിപ്പോഴും അറിയാൻ പാടില്ല ഞാൻ അങ്ങനെ വന്നേന്ന്. ഒരു 100 പരിപാടിയുള്ളൊരു ദിവസം അതിനെല്ലാം സമയം മാറ്റി വെച്ചിട്ട് ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് അവനോടൊപ്പം പ്രാർത്ഥിച്ച്, അവന്റെ മക്കളോടൊപ്പം പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരെ, 2 മണിക്കൂർ ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഈ രാത്രി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിച്ചാൽ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം വരുത്തിയിരിക്കും. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മാറും. നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും സഫലമാവും. നിങ്ങൾക്ക് ഈശോയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടും. കർത്താവിന്റെ കരുണ നിങ്ങളുടെ കുടുംബത്തിൽ, പാപമോചനം കുടുംബത്തിൽ കിട്ടും. തകർച്ചകൾ മാറും. ദൈവവചനത്തെ സ്നേഹിക്കുക. അപ്പൊ ഇന്ന് ഈ രാത്രിയിൽ വചനം കേൾക്കുന്ന മക്കൾ വെറുതെ കേട്ടിട്ട് പോകാതെ ഒരു തീരുമാനം എടുക്കണം. നമുക്കൊരു ഈ ബൈബിൾ കൊണ്ടു നടക്കാൻ നമുക്കൊരു നാണക്കേടുണ്ട്. ബൈബിൾ കൊണ്ടു നടന്ന കർത്താവ് സഹായിക്കും. ഞാൻ രാജ്യത്തിന്റെ പേര് പറയുന്നില്ല. ഒരു രാജ്യത്ത് ഈ ബൈബിളും കൊണ്ട് കയറാൻ പറ്റില്ല. അങ്ങനൊരു രാജ്യമുണ്ട്. ഒരു കുരിശും കൊണ്ട് കയറാൻ പറ്റില്ല. കണ്ട എടുത്ത് കളയും. അങ്ങനെ രാജ്യത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് പോവാണ്. അപ്പൊ എന്റെ ഉള്ളിൽ എനിക്ക് മാനുഷികമായ ഒരു പരിഭ്രമമുണ്ട്. ബഹ്റിൽ നിന്നാണ് ആ രാജ്യത്തേക്ക് പോകുന്നത്. ബഹ്റിൽ നിന്ന് പോകുമ്പോ അവിടുന്ന് ഞങ്ങളന്ന് റോഡ് മാർഗമാണ് പോകുന്നത്, വിമാനത്തിലല്ല. ബഹ്റിൽ നിന്ന് അടുത്തടുത്ത രാജ്യമായതുകൊണ്ട് വിമാനത്തിലാണ്. ബഹ്റൈൻ ബോർഡറിൽ ബഹ്റിൽ നിന്ന് ഈ രാജ്യത്തേക്ക് കയറുമ്പോൾ ഭയങ്കര ചെക്കിംഗ് ആണ്. ബഹ്റിനിലെ ധ്യാനത്തിന് ഹോൾസം ബ്രദറിന്റെ കൂടെ ഉണ്ട്. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന രാജ്യത്തെ ശുശ്രൂഷയ്ക്ക് ഞാൻ തന്നെയാണ് പോകുന്നത്. ബ്രദർ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ചിന്തിച്ചു, ബ്രദർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ ബൈബിളും എന്റെ കുരിശും എന്റെ ആത്മീയ കാര്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ബ്രദറിന്റെ കൊടുത്ത് നാട്ടിലേക്ക് വിടാം. കാരണം അവരെല്ലാം പറഞ്ഞത് ബൈബിളൊന്നും കൊണ്ടുവരണ്ട, ഇവിടെ ബൈബിളുണ്ട്, വെറുതെ ഒരു സംശയം ആർക്കും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റിൽ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഒരു ബൈബിള് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ അത് സഹിക്കാം. ഒരു വേദപുസ്തകം കൊണ്ടുപോയിട്ട് ഞാൻ വായിക്കാം. മാത്രമല്ല, എനിക്ക് പരിചയം എന്റെ വേദപുസ്തകമാണ്. അതില്ലെങ്കിൽ എനിക്ക് ഇച്ചിരി അപരിചിതത്വം വരും. അതുകൊണ്ട് ഒരു ബൈബിള് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെങ്കിൽ അത് സഹിക്കാം. പ്രശ്നം ഉണ്ടാവാതെ ദൈവം കാത്തോളുമായിരിക്കും. പ്രിയപ്പെട്ടവർ, അങ്ങനെ പോവാണ്. ബഹ്റിൽ നിന്ന് ഈ രാജ്യത്തേക്ക് മദ്യവും കഞ്ചാവും ലഹരി മരുന്നും കടത്താതിരിക്കാൻ വേണ്ടി ഭയങ്കര പരിശോധന. സകലതും പറക്കി വെളിയിലിട്ട് പരിശോധിക്കും. വെട്ടിയെല്ലാം അഴിച്ച് പറക്കി എല്ലാം വെളിയിലിട്ട് പരിശോധിക്കും. അതിനിടയ്ക്ക് ഈ ബൈബിളും കുരിശും ഒക്കെ കണ്ടാൽ, കുരിശൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടാൽ അപ്പൊ തന്നെ പിടിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ബോർഡർ കടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. അവിടെ വണ്ടി നിർത്തി ആദ്യത്തെ സ്ഥലത്ത് ചെന്നു. സ്ഥലത്ത് എന്റെ പാസ്പോർട്ട് എടുത്ത്, എന്റെ പാസ്പോർട്ടിൽ ഞാൻ അച്ഛനാണെന്ന ഐഡന്റിറ്റിയിൽ എനിക്ക് ആ രാജ്യത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛനാണെന്ന് പറയാതാണ് പോകുന്നത്. പള്ളിയുടെ അഡ്രസ്സാണ് എന്റെ പാസ്പോർട്ടിൽ കിടക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഇത് കണ്ടാൽ, അത് കണ്ടാൽ അവൻ നോട്ട് ചെയ്താൽ അവനോട് ചോദിക്കും ആരാണ്.
ചോദിക്കുമ്പോ അച്ഛനല്ലെന്ന് അങ്ങനെ പറയും. ചോദിച്ചാച്ചനാന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് ഈ പാസ്പോർട്ട് വാങ്ങിച്ച് അതെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ അവര് തമ്മിൽ എന്തോ തമാശ പറഞ്ഞ് ഭയങ്കര ചിരിയും ബഹളവും. അതിനിടയിൽ ആ തമാശക്കിടയിൽ അവനത് സീലടിച്ച് എന്നെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ബാഗ് പരിശോധിക്കുന്ന സ്ഥലമായി. അപ്പൊ എന്റെ കൂടെ യാത്ര ചെയ്യുന്ന 3 പേരുണ്ട്. അവരെന്നോട് പറഞ്ഞ, അച്ഛാ നല്ലതുപോലെ പ്രാർത്ഥിക്കണം, നല്ലതുപോലെ പ്രാർത്ഥിക്കണം, ഇവിടെ കിടന്നാ നമ്മുടെ രക്ഷപ്പെട്ടു. ബാഗ് പരിശോധിക്കാൻ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് ഈ പെട്ടിയെല്ലാം ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഡിക്കി തുറന്നു, പെട്ടി എടുത്തു, പുറത്തോട്ട് വെച്ചിട്ട് അതിന്റെ സിപ്പ് തുറക്കാൻ വരുന്ന സമയത്ത് ഒരാൾ ഇയാളെ വിളിച്ചു. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല. ഒരാള് വിളിച്ചു. അപ്പൊ ഇയാൾ ആരാ നിവർന്ന് അയാളെ നോക്കിയിട്ട് ഇയാളുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് ഞാൻ നടുങ്ങി. കാരണം ഭയങ്കര സന്തോഷം മറ്റേ ആളെ കണ്ടതില്. അപ്പൊ ഇയാൾ അങ്ങോട്ട് ഒറ്റ ഓട്ടം. ഇവർ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് 5-6 ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഇവര് തമ്മിൽ ഭയങ്കര സംസാരത്തിനിടെ അയാൾ ഓർത്തു, അയ്യോ അവിടെ ഒരു പരിശോധന നടക്കുകയാണല്ലോ. അയാൾ പെട്ടെന്ന് വന്നിട്ട് ഇത് വാങ്ങിച്ച് സീലടിച്ച് പെട്ടി തുറക്കാതെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകം ഈ പോകുന്ന പോക്കിൽ നിങ്ങളെ കാത്തോളും. ഇതൊരു പുസ്തകമാണ്. ഈ പുസ്തകം നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളെ കാത്തോളും. നിങ്ങളുടെ മക്കള് പുസ്തകമൊക്കെ അടുക്കി ബാഗ് ശരിയാക്കി പോകുമ്പോ ഒരു കുഞ്ഞു POC ബൈബിള്, ഒരു ചെറിയ ബൈബിള് അതിന്റെ പുറത്ത് വെച്ച് നിങ്ങളുടെ മക്കള് സ്കൂളിൽ കൊണ്ടുപോട്ടെ. നിങ്ങളുടെ മക്കളെ ഈ ബൈബിള് കാത്തോളും.